ാണ് ദൈവത്തിന്റെ സഹായത്താലും AI എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചില്ല. എൻ്റെ പേര് ഷിബു. ഓക്കെ. ഹായ് ഷിബു ചേട്ടൻ. ഹായ് ഹായ് എല്ലാവർക്കും ഹായ്. നമുക്ക് നേരെ വ്യക്തിഗതകളിലേക്ക് പോവാം. നമ്മള് ആനീസി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ വ്യക്തിഗതകൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാല്, ആൽക്കോളിക്സ് അനോണിമസിന്റെ തുടക്കം മുതൽ ആൽക്കോളിക്സ് അനോണിമസിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളുടെ സുബോധാവസ്ഥ അവരെങ്ങനെയാണ് നിലനിർത്തിയത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്തത്. ഇത് പല പല പാറ്റേണിലുള്ളവരുണ്ട്. ചിലർ എയിൽ വന്നിട്ട് പിന്നീട് ഒരിക്കലും കുടിക്കാത്തവരുണ്ട്. എയിൽ വന്നിട്ട് കുറച്ചു കാലം കൂടി നിർത്തി പിന്നീടും കുടിക്കുന്നവരുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നവരുണ്ട്. പല രീതിയിലുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. കുറെ വർഷങ്ങൾ കുടിച്ചതിന് ശേഷം നിർത്തിയവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഓരോ വ്യക്തിഗതകളും നമ്മളെ നമുക്ക് ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിവിടെ എക്സ്പീരിയൻസ്, സ്ട്രെങ്ത് ആൻഡ് ഹോപ്പ്, അനുഭവ ശക്തി, പ്രതീക്ഷ പരസ്പരം പങ്കുവയ്ക്കുകയാണ്. അപ്പൊ വ്യക്തിഗതകൾ വായിക്കാൻ നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞാണ്, നമ്മുടെ ഇൻറ്റു ആക്ഷൻ പ്രവൃത്തി പദത്തിലേക്ക് എന്നുള്ള അതിനകത്തല്ല, ഹൗ ഇറ്റ് വർക്ക്സ്, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ABC പറയുന്നുണ്ട്. നമ്മളുടെ വ്യക്തിപരമായ സാഹസികതകൾ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് മദ്യപാനത്തിന് മുമ്പും ശേഷവും ഉണ്ടായ മദ്യപാനത്തിന് കാലഘട്ടത്തിലുണ്ടായ അനുഭവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കാനും ABC അല്ലെങ്കിൽ ഒരു മനുഷ്യശക്തിക്ക് നമ്മളെ സുബോധവാനാക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കാനൊക്കെ സഹായിക്കുന്ന കഥകളാണ് വ്യക്തികഥകൾ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ച് നിർത്തിയത് ആനിസി എന്ന് പറഞ്ഞതിന്റെ ഒരു ജീവചരിത്രമായിരുന്നു. ആനി ദ കോപ്പ് ഫൈറ്റർ എന്നുള്ള ഇതിലായിരുന്നു ആ കഥ. ഈ സ്ക്രബ് ലേഡി ആയിരുന്നു. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത വളരെ പാവപ്പെട്ട ഒരു സ്ക്രബ് ലേഡി എന്ന് വെച്ചാല് എപ്പോഴും ഈ ജോലികളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അവർ ഏയിൽ വരുന്നത് തന്നെ 31-ാമത്തെ വയസ്സിലാണ്. 31-ാമത്തെ വയസ്സിൽ വന്നതിന് ശേഷം എൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്നു. 31-ാമത്തെ വയസ്സിൽ വന്നതിന് ശേഷം അവര് പിടിച്ചു നിന്നു. പിന്നെ അവര് നാൻസി എന്ന് പറയുന്ന ഹെയർ ഡ്രസ്സർ ആയിട്ടുള്ള ഒരാളെ സ്പോൺസറായിട്ട് തെരഞ്ഞെടുത്തു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു. അതുകൊണ്ട് ഞാൻ അതിനകത്ത് കൂടുതൽ വിശദീകരിക്കാൻ പോകുന്നില്ല. നേരെ ഞാൻ അവരുടെ കഥയിലേക്ക് പോവാണ്. ആനി ദ കോപ്പ് ഫൈറ്റർ. ഫോർ 35 years she fought God, men and the police force to keep on being what she wanted to be, a drink. അതായത് നീണ്ട 35 വർഷങ്ങള് അവള് ദൈവത്തോടും മനുഷ്യരോടും പോലീസ് ഫോഴ്സിനോടും എല്ലാം മത്സരിച്ചുകൊണ്ടിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരു കുടിക്ക് വേണ്ടിയിട്ട്. വാട്ട് ഷി വാണ്ടഡ് ടു ബി എ ഡ്രങ്ക്. ഒരു ചെറിയ കുടിച്ചു കൂത്താടുന്നതിനായി. ഡ്രങ്ക് എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്ന ആൾ എന്നുള്ള രീതിയിലാണ്. ബട്ട് ഒരു ടെലിഫോൺ കോൾ ഫ്രം എ ജിൻ മിൽ വേർ ഷി വാസ് സെലിബ്രേറ്റിംഗ് മദേഴ്സ് ഡേ ബോട്ട് ഇൻ ദ നോസി എസ് ടു ചേഞ്ച് ഹർ ലൈഫ്. അങ്ങനെ അവളൊരു ടെലിഫോൺ കോൾ വഴി ഈ പറയുന്ന ജിൻ മില്ലിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് മദേഴ്സ് ഡേയിൽ ആൽക്കോളിക്സ് അനോണിമസിൽ എത്തിയ സ്ത്രീയാണ് ആനി. അപ്പൊ അവരുടെ കഥയിലേക്ക് നീങ്ങും. അവരെഴുതിയ കഥയാണ്. അപ്പൊ അവരുടെ കഥയിലേക്ക് നീങ്ങാം. ഐ സ്റ്റാർട്ടഡ് ടു ഡ്രിങ്ക് ഇൻ 1913. 1913 ഞാൻ കുടി ആരംഭിച്ചത്. വെൻ ദ വുമൺ സാറ്റ് ഇൻ ദ ബാക്ക് റൂം. അതായത് വീടുകളിലൂടെ പുറകിലുള്ള മുറികളിലാണ് ആ സമയത്ത് സ്ത്രീകൾ കുടിച്ചിരുന്നത്. വി ഹാഡ് എ ഗുഡ് ടൈം ഇൻ ദോസ് ബാക്ക് റൂംസ്. ആ പുറകിലത്തെ റൂമുകളിൽ പലപ്പോഴും നല്ല സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. ഐ ഹാഡ് 2 ലിറ്റിൽ ബോയ്സ് അറ്റ് ദ ടൈം. എൻ്റെ കൂടെ അന്നേരം 2 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. ബട്ട് മൈ ഫാമിലി ഡിഡിൻ വറി മീ. എൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ കുടുംബക്കാർ എന്നെ ഓർത്ത് ദുഃഖിച്ചിരുന്നില്ല. ബിക്കോസ് വൺ ഡ്രങ്ക് ഓൾവേസ് ലീഡ് ടു അനദർ. കാരണം ഒരു കുടി മറ്റൊരു കുടിയിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും. ഓഫ് കോഴ്സ് ദർ വെർ ഡേയ്സ് ഇൻ ബിറ്റ്വീൻ വെൻ ഐ വാസ് സോബർ ബിക്കോസ് ഐ വാസ് ബ്രോക്ക്. ശരിയാണ്, ആ സമയങ്ങൾക്കിടയിലെല്ലാം സുബോധാവസ്ഥയുടെ ചില ദിവസങ്ങളൊക്കെ ഉണ്ട്. അതെപ്പോഴാണ്? ഐ വാസ് ബ്രോക്ക്. എൻ്റെ കയ്യിൽ പണമില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പണമില്ലാതെ തകർന്നിരിക്കുമ്പോഴാണ് എനിക്ക് സുബോധാവസ്ഥ കിട്ടിയിരുന്നത്. ബട്ട് മോസ്റ്റ്ലി ഐ വാസ് ഡ്രങ്ക്. പക്ഷേ കൂടുതൽ സമയവും ഞാൻ കുടിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ കുടിയനായിട്ടിരിക്കും. സോ മൈ ഹസ്ബൻഡ് ലെഫ്റ്റ് മീ ആൻഡ് ടുക്ക് ദ 2 ബോയ്സ്. എൻ്റെ 2 കുട്ടികളുമായിട്ട് എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുപോയി. 1 വാസ് 6 ആൻഡ് 1 വാസ് 9. എൻ്റെ ആൺകുട്ടികൾക്ക് ഒരാൾക്ക് 6 വയസ്സും ഒരാൾക്ക് 9 വയസ്സുമാണ്. ദേ വർ ഗോയിങ് ഓഫ് ടു സ്കൂൾ ഇൻ ദോസ് ഡേയ്സ് ആൻഡ് ഇറ്റ് ഡിഡ്ന്റ് വറി മീ അബൌട്ട്. വറി മീ എ ബിറ്റ്.
അവര് ഈ സമയത്തെല്ലാം ഈ ഭർത്താവ് ഈ പിള്ളേരെ കൊണ്ട് പോകുന്ന സമയത്തെല്ലാം സ്കൂളിൽ പോകുന്ന സമയമാണ്. പക്ഷെ അതെന്നെ ഒരു തരി പോലും ദുഃഖിപ്പിച്ചില്ല. ഐ ലവ് ദ ലിക്കർ, ഞാൻ മദ്യത്തെ സ്നേഹിച്ചു. ആൻഡ് ഐ ലവ് ദ ക്രൗഡ്, ഞാൻ ജനക്കൂട്ടത്തെ സ്നേഹിച്ചു. ദാറ്റ് ഐ ഹാങ് ഔട്ട് വിത്ത്, ഞാൻ അങ്ങനെ ജനക്കൂട്ടം എന്ന് വെച്ചാൽ ബാറിൽ ഇങ്ങനെ അല്ലെങ്കിൽ പാർട്ടികളിൽ കൂട്ടും കൂടി നിൽക്കുന്ന ആളുകളെ സ്നേഹിക്കുകയും അവരോടൊപ്പം ചേർന്ന് നിന്ന് കുടിക്കുകയും ചെയ്തു. ആസ് ഫാർ ആസ് മൈ ഫാമിലി വാസ് കൺസേൺഡ്, ഐ ലോസ്റ്റ് എവരിതിങ് ഓഫ് ലവ് ആൻഡ് റെസ്പെക്ട് ആൻഡ് എവരിതിങ് എൽസ്. അപ്പൊ എന്റെ കുടുംബം എന്റെ ഈ കാര്യത്തിൽ ഒരുപാട് ദുഃഖം ഉളവാക്കുന്നവരായി. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. സ്നേഹം നഷ്ടപ്പെട്ടു, ബഹുമാനം നഷ്ടപ്പെട്ടു, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ബിലീവ് മീ, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ദിസ് ഇസ് നോ മേഡ് അപ്പ് സ്റ്റോറി. ഇതൊരു കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ഒരു കഥയല്ല. ദിസ് ഇസ് ട്രൂ സ്റ്റോറി ഫ്രം മൈ ഓൺ ലൈഫ്. എന്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഞാൻ എഴുതുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു സത്യകഥയാണ്. വെൻ മൈ ഹസ്ബൻഡ് ലെഫ്റ്റ് മീ, എന്റെ ഭർത്താവ് എന്നെ വിട്ടു പിരിഞ്ഞു പോയപ്പോൾ, ഐ ഹാഡ് ടു ബി ഓൺ മൈ ഓൺ, ഞാൻ തനിച്ചായി. ഐ നെവർ വർക്ക്ഡ് ബിഫോർ, ഞാൻ അതിനു മുമ്പ് ഒരിക്കലും ജോലിക്ക് പോയിട്ടില്ല. ബട്ട് ഐ ഹാഡ് ടു ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് എ ജോബ് ഇഫ് ഐ വാണ്ട് ടു ഡ്രിങ്ക്. പക്ഷേ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തു പോയി ഒരു ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കണമായിരുന്നു. സോ ഐ ഗോട്ട് എ പ്രിറ്റി ടഫ് ജോബ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ജോലി തന്നെ കിട്ടി. ഐ വാസ് ഇൻ എനി ചിക്കൻ. ഐ വാസ് എ വുമൺ ഓഫ് 31 ആൻഡ് ഐ ഹാഡ് മൈ ഫസ്റ്റ് ഡ്രിങ്ക്. ഐ വാസ് എ വുമൺ ഓഫ് 31, എനിക്ക് 31 വയസ്സുള്ള സ്ത്രീ ആയിരുന്നു ഞാൻ ആദ്യത്തെ കുടിയെടുക്കുമ്പോൾ. ഐ ഗോട്ട് എ ജോബ് ആസ് ക്ലീനർ ആഫ്റ്റർ മെക്കാനിക്സ് ഇൻ ബിൽഡിങ്സ്. എനിക്ക് ഈ ക്ലീൻ ചെയ്യുന്ന ജോലി, വൃത്തിയാക്കുന്ന ജോലി മെക്കാനിക്സ് ഇൻ ബിൽഡിങ്സ്, അതായത് പല കെട്ടിടങ്ങളിലുള്ള മെക്കാനിക്കുകളുടെ അവരുടെ സ്ഥാപനം ക്ലീൻ ചെയ്യുന്ന ജോലി കിട്ടി. ഐ വുഡ് ഹാവ് ഡൺ എനിത്തിങ് ടു ഗെറ്റ് ദ മണി ഫോർ ഡ്രിങ്ക്. ഞാൻ എന്തും ചെയ്യാൻ തയ്യാറുമാകുമായിരുന്നു. എനിക്ക് പൈസ കിട്ടിയാൽ മാത്രം മതി കുടിക്കാൻ വേണ്ടി. എനി പ്ലേസ് ഐ ത്രൂ മീ മൈ ദാറ്റ് ഹാർട്ട് വാസ് ഹോം സ്വീറ്റ് ഹോം ടു മീ. അതായത് ഞാൻ എവിടെയാണോ പോകുന്നത് അല്ലെങ്കിൽ എവിടെയാണോ എൻ്റെ തൊപ്പി ഉരി വെക്കുന്നത്, അപ്പൊ തൊപ്പി ഉരി വെക്കുന്നത് ആ സ്ഥലമെല്ലാം എൻ്റെ വീടും അത് സ്വീറ്റ് ഹോമുമായിട്ട് മാറും. ഇറ്റ് കുഡ് ബി എ ബേസ്മെന്റ് ഓർ എ സെല്ലർ ഓർ എ ബാക്ക് യാർഡ്. ചിലപ്പോൾ ഇതൊരു വീടിന്റെ അടിത്തളത്തിലുള്ള ഒരു മുറിയായിരിക്കാം, ഒരു സെല്ലറായിരിക്കാം, ചിലപ്പോൾ ഒരു വീടിന്റെ പുറം ഭാഗത്തിലുള്ള സ്ഥലത്തിനാണ് ബാക്ക് യാർഡ് എന്ന് പറഞ്ഞാൽ വീടിന്റെ പുറം ഭാഗത്തുള്ള സ്ഥലമായിരിക്കും. ഐ ഫെൽ പ്ലെന്റി ലോ, ഞാൻ തികച്ചും താഴ്ന്നു പോയി. ബട്ട് ഇഫ് ഐ ടെൽ ഇറ്റ് മേ ബി ഇറ്റ് വിൽ ഹെൽപ്പ് സം ഗാൾ ഓർ സം ഗായ് സോ ദേ ഡോണ്ട് ഹാവ് ടു ഗെറ്റ് ഡൗൺ ദാറ്റ് ലോ. എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്? ഇത് കേൾക്കുന്ന ചില ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഞാൻ ഈ ചെയ്തതുപോലെ അത്രയും താഴത്തേക്ക് പോകേണ്ട കാര്യമുണ്ടായില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ നിങ്ങളോട് പറയുന്നത്. ഫൈനലി അവസാനം, വൺ ഡേ ആസ് യൂഷ്വൽ, സാധാരണ പോലത്തെ ഒരു ദിവസത്തിൽ, ഡ്രങ്ക്, ഐ വാസ് സ്റ്റാൻഡിങ് ഓൺ എ കോർണർ. ഞാൻ കുടിച്ച് ഒരു വെയിറ്റിംഗ് ഫോർ എ സ്ട്രീറ്റ് കാർ, ഞാൻ അവിടെയുള്ള ഒരു കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഒരു മൂലയ്ക്ക്. ആൻഡ് എ ഗൈ കംസ് ഓവർ ടു മീ ആൻഡ് ഹി സേസ്, അന്നേരം ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ലേഡി യു ആർ ഓൺ ദ റോങ് സൈഡ്. എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു തെറ്റായ സൈഡിലാണ് നിൽക്കുന്നത്. ആൻഡ് ഐ സേസ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, ഞാൻ പറഞ്ഞു. ആൻഡ് ഐ ലുക്ക്ഡ് അപ്പ്, ഞാൻ ഒന്നും കൂടി നോക്കി. ഇറ്റ് വാസ് എ ഫെല്ലർ ഇൻ യൂണിഫോം. അത് ഒരു യൂണിഫോമിലുള്ള ഒരാളായിരുന്നു. സോ വി ഹാഡ് എ ഫ്യൂ വേർഡ്സ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ കുറച്ച് വാക്ക് തർക്കങ്ങൾ ഉണ്ടായി. ആൻഡ് ഹി പുഷ്ഡ് മീ, അയാൾ എന്നെ തള്ളി താഴെയിട്ടു. ആൻഡ് ഐ വാസ് ഇൻ ഗോയിങ് ടു ലെറ്റ് എനിബഡി ഗെറ്റ് ദ ബെസ്റ്റ് ഓഫ് മീ ആൻഡ് ഐ ഷോവ്ഡ് ഹിം ബാക്ക് ആൻഡ് വി ഹാഡ് എ ലിറ്റിൽ ടിസിൽ ദെയർ. അങ്ങനെ ഞാൻ അവനെയും പിടിച്ചു തള്ളി, അങ്ങോട്ടും ഇങ്ങോട്ടും കുസ്തി പിടുത്തമായി. ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ ഗുസ്തി അവിടെ ഉണ്ടായി. ആൻഡ് ഫൈനലി ഐ ഹാഡ് 2 buttons ഓഫ് ഹിസ് ഓവർ കട്ട് ആൻഡ് ഹി സേസ് ഐ ടേക്കിംഗ് യു ഇൻ. ഞാൻ അവന്റെ ഓവർകോട്ടിലുള്ള രണ്ട് ബട്ടൺസ് എന്റെ കൈ കിട്ടില്ല. ഐ ആം ടേക്കിംഗ് ഇൻ യു ഇൻ, ഞാൻ നിന്നെ എടുക്കുന്നു. ഡു ആസ് ഐ യു ഡാമൻ പ്ലീസ്. ഐ വാസ് എ ടഫ് പീസ് ഓഫ് ഫർണിച്ചർ ഇൻ ദോസ് ഡേയ്സ്. അതായത് ഞാൻ ആ സമയത്ത് വലിയ ടഫായിട്ടുള്ള, വളരെ കഠിനമായിട്ടുള്ള ഒരു ഉപകരണമായിരുന്നു. ഇഫ് ദ ഓൾമൈറ്റി ഗോഡ് ഹാഡ് കം ഡൗൺ ഐ ഹാഡ് ഹാവ് ഡൺ ദ സെയിം തിങ് ഓഫ് ടു ഹിം. ഇപ്പൊ ദൈവം വന്നാൽ പോലും ഞാൻ അത് തന്നെ അവനോടും ചെയ്യും. സോ ഐ ലാൻഡഡ് ഇൻ ദ 67th സ്ട്രീറ്റ് സ്റ്റേഷൻ ഹൗസ് ഓൺ ദ ഈസ്റ്റ് സൈഡ് ആൻഡ് ഐ സ്റ്റേഡ് ദെയർ ഓൾ നൈറ്റ് ലോങ്. അങ്ങനെ ഇയാളുമായിട്ടുള്ള കുസ്തിപിടുത്തത്തിന് ശേഷം എന്നെ 67ാമത്തെ സ്ട്രീറ്റിലുള്ള സ്റ്റേഷൻ ഹൗസിൽ കൊണ്ടുപോയി, കിഴക്ക് വശത്തുള്ള സ്റ്റേഷൻ ഹൗസിൽ കൊണ്ടുപോയി
ഒരു രാത്രി മുഴുവൻ ഞാൻ അവിടെ ഇരുന്നു. ദ നെക്സ്റ്റ് ഡേ ഐ ഹാഡ് ടു അപ്പിയർ. അടുത്ത ദിവസം ഞാൻ പ്രത്യക്ഷപ്പെട്ടു. ആൻഡ് ഐ വാസ് ഫിംഗർ പ്രിന്റഡ് ഫോർ molesting എ പോലീസ്മാൻ യൂണിഫോം. ഞാൻ എന്റെ ഫിംഗർ പ്രിന്റ് ഒക്കെ എടുക്കേണ്ടി വന്നു. കാരണം ഞാനൊരു പോലീസുകാരന്റെ യൂണിഫോമിൽ പിടിച്ചാണ് അയാളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. സോ ഐ ഗോട്ട് 5 days ഇൻ ദ ഹൗസ് ഓഫ് ഡിറ്റൻഷൻ. അങ്ങനെ എനിക്ക് 5 ദിവസം എൻ്റെ ഉള്ളിൽ ജയിലിൽ കഴിയേണ്ടി വന്നു. ഇറ്റ് ഡിഡിൻ ബോദർ മീ വാട്ട്സ് എവർ. പക്ഷെ ഇതെന്നെ അങ്ങനെയൊന്നും എന്നെ വല്ലാതെ ബോദർ ചെയ്യിപ്പിച്ചില്ല. ദ ഓൺലി തിങ് ഐ വാസ് വറിയിങ് അബൌട്ട് വാസ് ഹൗ വാസ് ദ ഗ്യാങ് മേക്കിംഗ് ഔട്ട് വിത്തൗട്ട് മീ. എനിക്ക് എൻ്റെ ആകെയുള്ള സങ്കടം എത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തുള്ള എൻ്റെ ആ കൂട്ടുകാര് ഞാനില്ലാതെ എങ്ങനെ കഴിഞ്ഞുകൂടും. ഐ തോട്ട് ഐ വാസ് മിസ്ഡ് ഓൾ ഓവർ. ഞാൻ വിചാരിച്ചു അവരൊക്കെ എല്ലാം എന്നെ മിസ് ചെയ്യുമെന്ന്. ബട്ട് ദേ മേഡ് ഓൾ റൈറ്റ്. പക്ഷെ അവരെല്ലാവരും ശരിയായ രീതിയിൽ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. സോ ഐ ഗോട്ട് ഔട്ട്. ഞാൻ പുറത്തു വന്നു. ജയിലിൽ നിന്ന്, ഡിറ്റൻഷൻ ഹൗസിൽ നിന്ന് പുറത്തു വന്നു. ആൻഡ് ദെൻ ഐ ഹാഡ് ടു ഗ്രാബ് മൈസെൽഫ് അനദർ ജോബ് അഗൈൻ. പിന്നീട് എനിക്ക് മറ്റൊരു ജോലി കണ്ടുപിടിക്കേണ്ടി വന്നു. സോ വാട്ട് ഡിഡ് ഐ ഗെറ്റ് ഇൻ ടു ദ ഹോട്ടൽ വർക്ക്. അപ്പോൾ എനിക്കൊരു ഹോട്ടൽ ജോലിയാണ് കിട്ടിയത്. ദാറ്റ് വാസ് ഡ്യൂറിങ് ദ പ്രൊഹിബിഷൻ ഡേയ്സ്. മദ്യനിരോധന സമയത്താണ്, അമേരിക്കയിലെ മദ്യനിരോധന സമയത്താണത്. ആൻഡ് ദ ബോട്ടിൽ വെയർ ഫ്ലൈങ് ഓൾ ഓവർ ദ പ്ലേസ്. പക്ഷേ മദ്യനിരോധനം ഉണ്ടെങ്കിലും മദ്യക്കുപ്പി എല്ലായിടത്തും കൂടി പറന്നു നടക്കുന്നുണ്ടായിരുന്നു. വെൻ ഐ വെന്റ് ടു വർക്ക് ഓൺ ദ ഫ്ലോർ. ഞാൻ ഹോട്ടലിൽ ജോലിക്ക് ഇങ്ങനെ തറയൊക്കെ തുടക്കുന്ന ജോലിക്ക് ചെന്നപ്പോൾ മൈ ഫസ്റ്റ് ഐഡിയ വാസ് ടു ലുക്ക് ഇൻ ദ ഗസ്റ്റ് ക്ലോസറ്റ്സ് വേർ ദ ബോട്ടിൽ വെയർ. എന്റെ ആദ്യത്തെ ജോലി, അല്ലെങ്കിൽ ഞാൻ ഹോട്ടൽ വൃത്തിയാക്കാൻ ചെല്ലുമ്പോൾ എന്റെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാല് ഞാൻ ഓരോ റൂമുകളിലും പോയി അവരുടെ അലമാരകൾ തുറന്ന് ഗസ്റ്റുകൾ എന്തെങ്കിലും ബോട്ടിലുകൾ മറന്നു വെച്ചിട്ടുണ്ടോ എന്ന് നോക്കലായിരുന്നു. ഐ വാസ് ഓൾ റൈറ്റ് ഗോയിങ് ഇൻ. ഞാൻ അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ബട്ട് ഐ വാസ് കൊക്കിയ ഡ്രങ്ക് കമ്മിങ് ഔട്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകും. പക്ഷെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ കുടിച്ചു കൂത്താടിയാണ് വരുന്നത്. ആൻഡ് ഐ ഹാഡ് ഹാവ് ദ ഹെൽപ്പ് ഡ്രങ്ക് വിത്ത് മീ. അങ്ങനെ ഞാൻ അങ്ങനെ കുടിച്ചുകൊണ്ടേ നടന്നു. ആൻഡ് ഐ ഹാഡ് ഹാവ് ദ ഹെൽപ്പ് ഡ്രങ്ക് വിത്ത് മീ. അങ്ങനെ ഞാൻ ആ കുടിയനെ കൂടുതൽ സഹായിച്ചുകൊണ്ടേയിരുന്നു. അതായത് കുടിയത്തിയായ ഉള്ളിലുള്ള അവളെ കൂടുതൽ സഹായിച്ചുകൊണ്ടിരുന്നു. വൺ ടൈം, ഒരു സമയത്ത് ഐ ഗോട്ട് സോ ഡ്രങ്ക്. ഞാൻ ഒരു ദിവസം വളരെ കുടിച്ചു. ഐ ബ്ലാക്ക്ഡ് ഔട്ട്. ഞാൻ അബോധാവസ്ഥയിലായി. ആൻഡ് ഐ ഫെൽ അസ്ലീപ് ഇൻ ദ ഗസ്റ്റ് ബെഡ്. ഞാൻ ഒരു ഗസ്റ്റിന്റെ ബെഡില്, ഹോട്ടൽ മുറിയില് ക്ലീൻ ചെയ്യാൻ പോയ ഞാന് ബ്ലാക്ക് ഔട്ടായി അവിടെ കിടന്നുറങ്ങിപ്പോയി. അല്ലെങ്കിൽ അബോധാവസ്ഥയിലായി അവിടെ കിടന്നുറങ്ങിപ്പോയി. ഐ ഹാഡ് ദ നെവർ ടു ഗോ ബാക്ക് ഓൺ ദ ജോബ് ദ നെക്സ്റ്റ് മോർണിംഗ്. പിന്നീടുള്ള അടുത്ത രാവിലെ അവിടെ ജോലിക്ക് പോകേണ്ടി വന്നില്ല. ഐ ഡിഡ്ന്റ് നോ വാട്ട് ഹാപ്പൻ ദ ഡേ ബിഫോർ. എനിക്കറിയില്ല ഇന്നലെ ഞാൻ ആ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇന്നലെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല. ആൻഡ് ദ ഹൗസ് കീപ്പർ വാസ് റൈറ്റ് ദെയർ വിത്ത് ഹെർ ലിറ്റിൽ നോട്ട് ആൻഡ് മൈ ചെക്ക്. അവിടുത്തെ ഹൗസ് കീപ്പർ അവിടെ ഉണ്ടായിരുന്നു. അവൾ ഒരു ലിറ്റിൽ നോട്ട് ചെക്കും തന്നു. യുവർ സർവീസ് ഈസ് നോ ലോങ്ങർ റിക്വയർഡ്. അവൾ പറഞ്ഞു, നിന്റെ സേവനം ഇവിടെ ഇനി മുതൽ ആവശ്യമില്ല. ആൻഡ് ഐ ഹാഡ് ദ നെർവ് ടു ആസ്ക്. ഞാൻ വളരെയധികം വിടയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു, വൈ? ഐ വാസ് ടോൾഡ് ഓൾ റൈറ്റ്. ഞാൻ പറഞ്ഞു, ശരി. വെൽ, കൊള്ളാം. ഇൻ ദോസ് ഡേയ്സ് യു ഹാഡ് ഗെറ്റ് ജോബ് എനി ടൈം. ആ സമയത്ത് നമുക്ക് എവിടെ വേണേലും ജോലി കിട്ടുമായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ടുഡേ. ഇന്നത്തെ പോലെ ആയിരുന്നില്ല അന്ന്. ഇഫ് ദേ ഹാഡ് എവർ ലുക്ക്ഡ് ഫോർ റെഫറൻസസ് ഫ്രം മീ, ഐ തിങ്ക് ഐ ഹാഡ് നെവർ ഹാവ് ഗോട്ട് എ ജോബ്. ഇനി ഇന്നത്തെ കാലത്തെ പോലെ റെഫറൻസസ് ഉള്ള പോലെ ആരെങ്കിലും മുൻകാല റെഫറൻസസ് എന്ന് പറഞ്ഞാല് മുൻകാലങ്ങളിൽ ജോലി ചെയ്തിരുന്ന ജോലി സ്ഥലത്ത് നിന്ന് നമുക്ക് ഇവിടെ ജോലി കിട്ടണമെങ്കിൽ റെഫറൻസ് വേണം. അങ്ങനെ റെഫറൻസസ് ഉള്ള ഇതായിരുന്നെങ്കിൽ ഐ ഹാഡ് നെവർ ഹാവ് ഗോട്ട് എ ജോബ്. എനിക്ക് ജോലി കിട്ടുമായിരുന്നേ ഇല്ല. ബിക്കോസ് ഐ നെവർ സ്റ്റേഡ് ഇൻ വൺ. കാരണം ഞാൻ ഒരു സ്ഥലത്തും ഒരു ജോലിയിലും സ്ഥിരമായി പിന്തുടർന്നില്ല. ഐ നെവർ ഹിറ്റ് ഹോസ്പിറ്റൽ. ഞാൻ ഒരിക്കലും ഹോസ്പിറ്റലിൽ കിടന്നില്ല. ആൻഡ് ഐ ഡോണ്ട് നോ വൈ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ഐ വാസ് ഫിറ്റ് ഫോർ ഹോസ്പിറ്റൽ മെനി എ ടൈം. ഞാൻ പലപ്പോഴും ഹോസ്പിറ്റലിൽ പോകേണ്ട പല അവസ്ഥകളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. ഓൾ ദ ടൈം ഐ സോ ക്യൂർ തിങ്സ് ക്രൗളിംഗ് അപ്പ് ദ വാൾ ഇൻ മൈ ബെഡ്റൂം. എന്തോ ഒരു സാധനം എന്നെ ചുറ്റി വരികയും എൻ്റെ ബെഡ്റൂമിൽ എന്നെ സൂക്ഷിക്കുകയും ചെയ്തു. ഇൻ 1918, 1918 ഐ ഗോട്ട് പിഞ്ച്ഡ് അഗെയിൻ ഫോർ ദ സെയിം തിങ്. ഞാൻ വീണ്ടും അങ്ങനെ തുടരുകയാണ്. ഐ ടേൺഡ് ഔട്ട് ടു ബി എ കോപ്പ് ഫൈറ്റർ. ഐ തോട്ട് ഐ കുഡ് ബീറ്റ് ദ ഹോൾ ഫോഴ്സ്. ഐ ലാൻഡഡ് ഇൻ ദ സെയിം കോർട്ട്. പിന്നീട് ഒരു കോപ്പ് ഫൈറ്ററുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തു. ബീറ്റ് ദ ഹോൾ ഫോഴ്സ്.
എനിക്ക് എല്ലാവരെയും തല്ലണം എന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലീസുകാർ. ഐ ലാൻഡഡ് ഇൻ ദ സെയിം കോർട്ട്. വീണ്ടും ഞാൻ ആ കോടതിയിൽ പോയി. ഹാഡ് ദ സെയിം ജഡ്ജ്. അതേ ജഡ്ജി ആയിരുന്നു അവിടെ ഇരുന്നത്. ആൻഡ് ഹി ആസ്ക്ഡ് മീ വാസ് ഐ എവർ അറസ്റ്റഡ് ബിഫോർ? നീ ഇതിനു മുമ്പും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല? ഐ സേസ് നോ യുവർ ഓണർ. ഇല്ല, എനിക്ക് അങ്ങ്. അപ്പൊ ആ ജഡ്ജി തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. നീ ഇതിനു മുമ്പും ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട് വന്നിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നോ യുവർ ഓണർ, ഇല്ല യുവർ ഓണർ എന്ന് പറഞ്ഞു. ജസ്റ്റ് ആസ് ബ്രൈസൺ ആസ് ക്യാൻ ബി. എല്ലാ ആളുകളെയും പോലെ ഞാൻ നുണ പറഞ്ഞു. ആൻഡ് ഓൾ ഹി ഡൺ വാസ് ഗിവ് മീ ദാറ്റ് സ്നിയറിംഗ് ലുക്ക് ആൻഡ് ഹി സേസ്. അവനൊരു വല്ലാത്തൊരു നോട്ടം നോക്കി. ഫോർ ലൈങ് ഇൻ കോർട്ട്, നീ കോടതിയിൽ നുണ പറയുകയാണോ? ഹി സേസ് യു ആർ നോട്ട് ഗെറ്റിംഗ് അവേ വിത്ത് 5 days ദ ട്രിപ്പ്. അതുകൊണ്ട് നീ ഈ പ്രാവശ്യം 5 ദിവസത്തെ ആ ട്രിപ്പ് പോകാണ്ട് നിന്നെ വിടുന്നില്ല. ഐ ഹാഡ് ഗോൺ അണ്ടർ ആൻ അസ്യൂംഡ് നെയിം ആൻഡ് ഐ ഹാഡ് forgot that I was fingerprinted and I thought being away for 2 years he wouldn't know who I was, playing so innocent. But I got 30 days then, 5 days off for good behavior over on the island. അതായത് I had gone under an assumed name and I had forgot that I was fingerprinted. എനിക്ക് ഫിംഗർ പ്രിന്റ് ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല. അതായത് വിരലടയാളങ്ങൾ പതിച്ചോന്ന് എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഞാനും 2 yearsല് ഞാൻ ബീയിങ് അവേ ഫോർ 2 years he wouldn't know who I was. നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്. ജഡ്ജിയെ കുറിച്ച് പറയുന്നത് പ്ലേയിങ് സോ ഇന്നസെന്റ്. ഞാൻ വളരെ നിഷ്കളങ്കയായി അഭിനയിച്ചു. ബട്ട് ഐ ഗോട്ട് 30 days then. അപ്പൊ 30 ദിവസം എനിക്ക് പിന്നെ ശിക്ഷ വിധിച്ചു. 5 days ഓഫ് ഫോർ ഗുഡ് ബിഹേവിയർ. അതിൽ നിന്ന് 5 ദിവസം എനിക്ക് നല്ല സ്വഭാവത്തിനുള്ള 5 ദിവസം കുറച്ച് കിട്ടി. ഓവർ ആൻ ദ ഐലൻഡ്. വീണ്ടും ഞാൻ പുറത്ത് കടന്നു. അനദർ ടൈം ഐ വാസ് ഇൻ കോർട്ട്. മറ്റൊരു സമയത്ത് ഞാൻ കോർട്ടിൽ ചെന്നപ്പോൾ ഓൺ ദ സെയിം ഓൾഡ് ചാർജ് ഓഫ് ഡ്രങ്ക് ആൻഡ് ഡിസോർഡർലി. പിന്നെ ഇതേ ചാർജ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഇതേ കുറ്റം വിധിക്കില്ല. അതായത് കുടിയാണ്, പിന്നെ നിയമം അനുസരിച്ചില്ല. വീണ്ടും 30 days സേസ് ദ ജഡ്ജ്. ജഡ്ജ് പറഞ്ഞു 30 ദിവസം. ആൻഡ് ഐ വാസ് ദാറ്റ് മാഡ് ആൻഡ് ഡിസ്കസ്റ്റിംഗ്. ഞാൻ അത്രമാത്രം ഭ്രാന്തനും ഡിസ്കസ്റ്റിംഗുമായി. ആൻഡ് ഐ റേഡ് റൈറ്റ് അപ്പ് ആൻഡ് സ്പിറ്റ് ക്ലീൻ ഇൻ ദ ജഡ്ജസ് ഐ. എനിക്ക് ശരിക്കും ഓക്കെ, അവൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് ജഡ്ജിയുടെ നേരെ തുപ്പി. ഞാൻ ഭയങ്കര ഭ്രാന്തിയായി, ഡിസ്കസ്റ്റിംഗ് ആയി. സ്പിറ്റ് ക്ലീൻ ഇൻ ദ ജഡ്ജസ് ആയി. എനിക്ക് ശരിക്കും ജഡ്ജിന്റെ കണ്ണിൽ നോക്കി തുപ്പണം. ഇറ്റ് വാസ് എ ഡിസ്റ്റൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 5 feet. 5 അടി ദൂരം ഉണ്ടായിരുന്നുകൊണ്ട്. യു ഷുഡ് ഹാവ് സീൻ ഹിം ലീപ്. അവനെ കാണാൻ പോലും പറ്റില്ല, ശരിക്കും കാണാൻ പോലും പറ്റില്ല. അനദർ 10 days he said. പിന്നീട് അവൻ പറഞ്ഞു നീ തുപ്പിയത് കൊണ്ട് വീണ്ടും 30 ദിവസം. ഫോർ സ്പിറ്റിൻ ഇൻ ദ ഐ ഓഫ് ദ കോർട്ട്. നീ എന്താണ് കോടതിയുടെ കണ്ണിൽ തുപ്പുകയോ? നട്സ് ടു യു, നിനക്ക് വട്ടാണോ അല്ലെങ്കിൽ ഭ്രാന്താണോ? സേസ് ബട്ട് ഐ ഹാഡ് ടു സെർവ് ദ ഹോൾ 60 days ജസ്റ്റ് ദ സെയിം. പിന്നീട് എനിക്ക് 60 ദിവസത്തെ ജയിൽവാസം കിട്ടി. ഐ വാസ് വറിയിങ് അബൌട്ട് മൈ ലിക്വർ. ഞാൻ എന്റെ മദ്യത്തെ കുറിച്ച് ഓർത്ത് എപ്പോഴും ദുഃഖിച്ചു. ആൻഡ് ഐ വാസ് വറിയിങ് അബൌട്ട് ദ ക്രൗഡ് ഐ ഹാങ് ഔട്ട് വിത്ത്. ഞാൻ ഹാങ് ഔട്ട് ചെയ്തിരുന്ന കുട്ടികൾ, എന്റെ കൂട്ടുകാർ, അവന്മാരെന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ഞാൻ വേദനിച്ചിരുന്നു. ആസ് ഫാർ ആസ് മൈ ഫാമിലി വാസ് കൺസേൺഡ്, എന്റെ വീട്ടുകാർ പരിഗണിച്ചിരുന്ന പോലെ ദേ നെവർ എൻറ്റേർഡ് മൈ മൈൻഡ്. അവരെന്നെ പരിഗണിച്ചിരുന്നുവെങ്കിലും അവരൊരിക്കലും എന്റെ മനസ്സിലേക്ക് കടന്നു വന്നില്ല. സോ ഐ ഡിഡ് മൈ 25 days ഓൺ ദ ഐലൻഡ്. വീണ്ടും ഞാൻ ആ 25 ദിവസം ജയിലിൽ കഴിഞ്ഞു. ആൻഡ് ഓൾ ഐ കുഡ് ഡു വാസ് ലുക്ക് ത്രൂ ദ ബാർസ് അക്രോസ് ദ. ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ അക്രോസ് ദ ഈസ്റ്റ് റിവർ ആൻഡ് സീ ഫസ്റ്റ് അവന്യൂ ആൻഡ് ദ ജോയിന്റ്സ് ദാറ്റ് ഐ ഹാങ് ഔട്ട്. പിന്നീട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ബാറുകൾ അന്വേഷിച്ച് നടന്നു. പിന്നെ അവിടെയുള്ള ഫസ്റ്റ് അവന്യൂ പോയിട്ട് അവരുമായിട്ട് ഹാങ് ഔട്ട് ചെയ്തു. ദെൻ ഐ ഗോട്ട് ഔട്ട് ഓഫ് ദ വർക്ക് ഹൗസ് ദാറ്റ് ഐ ഗോട്ട് എ ഡൊമസ്റ്റിക് ജോബ്. ഞാൻ ഈ വർക്ക് ഹൗസുകളിൽ നിന്ന്, ജോലി ചെയ്യുന്ന വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് വീണ്ടും ഒരു ഡൊമസ്റ്റിക് ജോബ് കിട്ടി. ആൻഡ് ഇറ്റ് വാസ് റൈറ്റ് അപ്പ് മൈ അലി ബിക്കോസ് ഐ ഗോട്ട് പെയ്ഡ് എവറി ഡേ. അത് എൻ്റെ വീടിരിക്കുന്ന റോഡിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ദിവസവും കൂലി കിട്ടിയിരുന്നു. ആൻഡ് പെയ്ഡ് ബൈ ദ ഹവർ. എല്ലാ മണിക്കൂറുകൾക്കും അവർ പൈസ തരുമായിരുന്നു. ഇൻ മൈ ഡേ ദ വുമൺ ഓൺലി ഗോട്ട് 25 cents ആൻ അവർ. ആ സമയത്ത് 25 cent ആയിരുന്നു ഒരു മണിക്കൂർ ഞങ്ങളുടെ കൂലി. ബട്ട് ദ ലിക്വർ വാസ് ചീപ്പ്. പക്ഷേ മദ്യം വളരെ ചീപ്പായിരുന്നു. ആൻഡ് ദാറ്റ് വുഡ് ബി ഓൾ ദർ വാസ് ടു ഇറ്റ് മേ ബി. അത് മാത്രമേ ആ കാലത്ത് വളരെ ചീപ്പായിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നുള്ളൂ. ഐ ഹാഡ് ബ്ലാക്ക് ഔട്ട്. എനിക്ക് അബോധാവസ്ഥ വന്നു. ആൻഡ് മെനി എ നൈറ്റ് ഐ ഡോണ്ട് നോ ഹൗ ഐ എവർ ഗോട്ട് ഹോം. പല രാത്രികളിലും ഞാൻ എങ്ങനെയാണ് വീട്ടിലെത്തിയതെന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല.
I always did say, ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, വെൽ താങ്ക് ഗോഡ് ഐ ആം ഇൻ വൺ പീസ്. ദൈവമേ ഞാൻ ഇവിടെ വന്നതിന് നന്ദി. ബട്ട് വേർ ഐ ഹാഡ് ബീൻ ഐ വുഡ് നെവർ നോ. പക്ഷെ ഞാൻ എവിടെയായിരുന്നു എന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. ഐ ഹാഡ് ബീൻ അവേ ഫ്രം ഹോം ഫോർ 15 years. ഞാൻ 15 വർഷം ഞാൻ വീട്ടിൽ നിന്ന് അകലെയായിരുന്നു. ആൻഡ് വൺ ഡേ ഐ വാസ് വാക്കിംഗ് അപ്പ് ഫസ്റ്റ് അവന്യൂ ഐ മെറ്റ് മൈ ബിലോവ്ഡ് ഹസ്ബൻഡ്. ഒരു ദിവസം ഞാൻ ഫസ്റ്റ് അവന്യൂ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ കണ്ടു. ഹി കോൾ ടു മീ ആൻഡ് ഹി സെഡ്, വേർ ആർ യു ഗോയിങ്? അവൻ എന്നെ വിളിച്ചു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഐ വാസ് റണ്ണിങ് ലൈക്ക് എ ബ്ലൂ ബ്ലേസസ് ടു എ സ്പീക്കേഴ്സി ടു ഗെറ്റ് എ ഡ്രിങ്ക് ആൻഡ് ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു സേ. ഞാൻ വളരെയധികം സ്പീഡിൽ പോയി വീണ്ടും കുടിക്കാനായിട്ട് ഓടുകയായിരുന്നു. എനിക്ക് അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ പറയേണ്ടത് എനിക്കറിയില്ലായിരുന്നു. ഐ ആം ഗോയിങ്, ഞാൻ പോകുന്നു. അപ് ടു ദ 5 and 10 to get her and nurse. I wanted to bear it, but he says, wait a minute. എനിക്ക് പോണം. ഞാനും എനിക്കൊരു 5-10 മദ്യം കഴിക്കണം. ഐ വാണ്ട് ടു ബീറ്റ് ഇറ്റ്, ബട്ട് ഹി സേസ്, ഞാൻ തോക്കണം. വെയിറ്റ് എ മിനിറ്റ്. അപ്പൊ എന്റെ ഭർത്താവ് പറഞ്ഞു, ഒരു നിമിഷം നിൽക്കൂ. സോ ഐ ഡിഡ്. ഞാൻ അങ്ങനെ നിന്നു. ആൻഡ് വി ഹാഡ് എ ഫ്യൂ വേർഡ്സ്. ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു. ആൻഡ് ഹി ലുക്ക്ഡ് മീ ഓവർ ആൻഡ് എന്നെ നേരെ നോക്കിയിട്ട് അവൻ എന്നോട് പറഞ്ഞു, യു സ്മോക്ക് ടു, ഡോണ്ട് യു? നീ വലിക്കും കൂടി ചെയ്യുന്നുണ്ടോ? ഹി ഡിഡിൻ നോ വാട്ട് ഓൾ ഐ വാസ് ഇൻ ടു. ഞാൻ എന്തൊക്കെ കാര്യങ്ങളെ ചെയ്തിരുന്നെന്ന് അവന് കൃത്യമായി അറിയില്ല. ഹി ഷുഡ് ഹാവ് നോൺ ദ റെസ്റ്റ്. ഓ ദൈവമേ, ബാക്കിയുള്ള കാര്യം കൂടി അവൻ അറിഞ്ഞിരുന്നെങ്കിൽ. ഐ സെഡ്, ലിസൺ ഹിയർ. ഞാൻ പറഞ്ഞു, ദിസ് ഈസ് മൈ ബോഡി ആൻഡ് സോൾ ആൻഡ് ഐ ക്യാൻ ഡു ആസ് ഐ പ്ലീസ് അബൌട്ട് ഇറ്റ്. അതായത് ഇതെന്റെ ശരീരവും ആത്മാവുമാണ്. എനിക്കത് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് ഞാൻ ചെയ്യും. ഐ ഹാവ് ബീൻ ഓൺ മൈ ഓൺ ഫോർ ഓൾ ദിസ് ഇയേഴ്സ്. ഞാൻ എന്നിലായിരുന്നു ഈ വർഷങ്ങളായിട്ട്. ആൻഡ് ഐ ക്യാൻ സ്റ്റിൽ ഡു ആസ് ഐ പ്ലീസ്. എനിക്ക് സന്തോഷം തരുന്ന എന്തും ഞാൻ ചെയ്യും. ഹി ഡിഡിൻ ഗെറ്റ് ആംഗ്രി ഓവർ ഇറ്റ്. അവൻ എന്നോട് ദേഷ്യപ്പെട്ടില്ല. ആൻഡ് ദെൻ ഫൈനലി ഹി പോപ്ഡ് ദ ക്വസ്റ്റ്യൻ ടു മീ, വുഡ് യു ലൈക്ക് എ ഡ്രിങ്ക്? പിന്നീട് അവൻ എന്നോട് ഒരു കാര്യം ചോദിച്ചു, നീ കുടിക്കാൻ ആഗ്രഹിക്കുന്നു? ഓ, ദാറ്റ് വാട്ട് ഐ വാസ് റണ്ണിങ് ഫോർ. അതിനു വേണ്ടിയല്ലേ ഞാൻ ഓടുന്നത്. ആൻഡ് ഐ സേസ്, ഞാൻ അങ്ങനെ, ഷുവർ ഐ വുഡ്. ശരി, ഓക്കെ, എനിക്ക് വേണം. സോ വി വെന്റ് ഇൻ ടു എ സ്പിക്കസി. ഞാൻ വീണ്ടും ഒരു മദ്യശാലയിലേക്ക് കടന്നു. അലോങ് ദ ലൈൻ ആൻഡ് വി ഹാഡ് ക്വൈറ്റ് എ ഫ്യൂ ഡ്രിങ്ക്സ്. ഞാൻ കുറച്ച് കുടിച്ചു. ആൻഡ് വി ടോക്ക്ഡ് തിങ്സ് ഓവർ ആൻഡ് ഐ വെന്റ് ബാക്ക് ഹോം വിത്ത് ഹിം. ഞാൻ അവന്റെ കൂടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ബട്ട് ബിലീവ് മീ, വിശ്വസിക്കണം, വെൻ ഐ വെന്റ് ബാക്ക് ഹോം ഇറ്റ് വാസ് ടു മച്ച് ഓഫ് എ ഡീസന്റ് ലൈഫ് ഫോർ മീ ടു ലീഡ്. ഞാൻ തിരിച്ചു പോയപ്പോ ഐ ഡിഡിൻ വാണ്ട് ദാറ്റ് ഡീസന്റ് ക്ലീൻ ലൈഫ്. ഞാൻ തിരിച്ചു പോയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ജീവിതം, വ്യക്തമായൊരു ഡീസന്റ് ജീവിതം, മനോഹരമായൊരു ജീവിതം കിട്ടി. പക്ഷെ അത് എനിക്ക് അങ്ങനെ നയിക്കാമായിരുന്നു. പക്ഷെ എനിക്കത് വേണ്ട. ഒരു ക്ലീൻ ലൈഫ് എനിക്ക് വേണ്ട. ഐ വാണ്ടഡ് ടു ബി വാട്ട് ഐ വാസ് എ ഡ്രങ്ക്. എനിക്ക് എന്താണ് ആവശ്യം? ഈ കുടിയ ജീവിതമാണ്. സോ ഐ സ്പെൻഡ് മോർ ടൈം ഓവർ ഓൺ ഫസ്റ്റ് അവന്യൂ. ഞാൻ അവിടെ ഫസ്റ്റ് അവന്യൂ എന്ന് പറഞ്ഞാൽ റോഡിന്റെ പേരാണ്. അപ്പൊ അവിടെ കുറെ നേരം ഇരുന്നു. ദെൻ ഐ ഡിഡ് അറ്റ് ഹോം. ഓഫ് കോഴ്സ്, തീർച്ചയായും. വെൻ ഐ വെന്റ് ബാക്ക് ഹോം, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. മൈ 2 boys were raised. എന്റെ 2 ആൺകുട്ടികൾ വളർന്നിരിക്കുന്നു. വിച്ച് ഐ വിൽ ഗീവ് മൈ ഹസ്ബൻഡ് ദ ക്രെഡിറ്റ് ഫോർ. ഞാൻ എന്റെ ഭർത്താവിന് അതിന് നന്ദി പറയുകയാണ്, അല്ലെങ്കിൽ അവനെ അഭിനന്ദിക്കുകയാണ്. ഹി റൈസ്ഡ് ദം എ ജെന്റിൽമാൻ. അവൻ അവരെ ആ രണ്ടുപേരെയും നന്നായി വളർത്തി. ദ ഓൾഡസ്റ്റ് ബോയ് വാസ് മാരീഡ്. മൂത്ത കുട്ടി കല്യാണം കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ദ യങ്ങസ്റ്റ് ബോയ് വാസ് ഗോയിങ് ടു ഡൽഹി ഹാൻഡീസ് ടു ബിക്കം എ പോലീസ്മാൻ. രണ്ടാമത്തെ ആൺകുട്ടിയാണെങ്കിൽ ഡൽഹി ഹാൻഡീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് പോലീസ്മാൻ ആവാൻ വേണ്ടി, അല്ലെങ്കിൽ പോലീസിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നു. ബ്രദർ, വെൽ, ഇറ്റ് വാസ് ഓൾ റൈറ്റ്. എല്ലാം ശരിയാണ്. ഐ ഹാഡ് ടു ടേക്ക് ഇറ്റ് ആൻഡ് അക്സെപ്റ്റ് ഇറ്റ്. ഞാനിത് അംഗീകരിക്കാൻ തയ്യാറായി. ബട്ട് എവറി ടൈം ഐ തോട്ട് ഓഫ് ദാറ്റ് യൂണിഫോം. എല്ലാ സമയത്തും ആ യൂണിഫോമിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇറ്റ് കിൽഡ് മീ. എന്നെ അത് കൊല്ലുന്നു. ആഫ്റ്റർ ഹി ഹാഡ് ബീൻ ഇൻ ദ ഫോഴ്സ് 1 year ഹി ഗോട്ട് മാരീഡ്. 1 വർഷം ഫോഴ്സിൽ, അതായത് പോലീസിൽ ചേർന്നതിന് ശേഷം എന്റെ രണ്ടാമത്തെ മകൻ കല്യാണം കഴിച്ചു. ഐ വാസ് ഇൻവൈറ്റഡ് ടു ദാറ്റ് വെഡിങ് വിത്ത് ഹിസ് ഫാദർ. എന്നെ അവരെ ഇൻവൈറ്റ് ചെയ്തിരുന്നു അവന്റെ അച്ഛനോടൊപ്പം വരാൻ വേണ്ടി. ബട്ട് ഐ ഇൻവൈറ്റഡ് മൈസെൽഫ് ടു ദ ഓൾഡ് ജിൻ ബിൽ ഓവർ ടു ഫസ്റ്റ് അവന്യൂ അഗെയിൻ. ഞാൻ പക്ഷെ എന്റെ കൂടെ
വീണ്ടും പഴയ ജിൻ ഓർഡർ ചെയ്തുകൊണ്ട് ഫസ്റ്റ് അവന്യൂ അഗെയിൻ വീണ്ടും അങ്ങനെ പോയി ആൻഡ് സെലിബ്രേറ്റഡ് ഹിസ് വെഡിങ് വിത്ത് മൈ ക്രൗഡ്. ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ടാണ് അവിടെ പോയത്. അവന്റെ വിവാഹം ഞാൻ അങ്ങനെ ആ ക്രൗഡുമായിട്ട് ആവശ്യം ദാറ്റ് ഐ ഹാങ് ഔട്ട് വിത്ത്. എനിക്ക് അവരുമായിട്ട് കൂട്ടിച്ചേർന്നേ പറ്റുള്ളൂ. ദാറ്റ്സ് ദ കൈൻഡ് ഓഫ് എ മദർ ഐ വാസ്. അങ്ങനത്തെ ഒരു അമ്മയായിരുന്നു ഞാൻ. ഐ വെന്റ് ബാക്ക് ഹോം അഗെയിൻ എനിവേ. ഞാൻ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചുപോയി. ഐ വാസ് ഓൾവേസ് ഫോർ ഗിവൺ സംഹൗ ഓർ അതർ. ഞാൻ എപ്പോഴും മറ്റുള്ളവരാൽ ക്ഷമിക്കപ്പെട്ടിരുന്നു ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ബട്ട് ഐ വാസ് ഇൻ ബാക്ക് ഹോം വെരി ലോങ് ബിഫോർ ഇറ്റ് വാസ് ദ സെയിം ഓൾഡ് അറൗണ്ട്. അബൌട്ട് ബാക്ക് അഗെയിൻ ടു ദ ഫ്രണ്ട്സ് ആൻഡ് ദ ബ്ലേസസ് വിത്ത് ദ ഫാമിലി. അപ്പോൾ ഞാൻ വീണ്ടും ആ പഴയകാല ശീലത്തിലേക്ക് തിരിഞ്ഞിറങ്ങുകയും എൻ്റെ കൂട്ടുകാരെ കാണുകയും ആ കൂട്ടത്തിൽ പോവുകയും വീണ്ടും ഫാമിലിയിൽ പോവുകയും. When the doors opened up for the women to sit at the bars. പലപ്പോഴും ഈ സ്ത്രീകൾക്ക് വേണ്ടി ബാർ റൂമുകൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഐ തോട്ട് ഇറ്റ് വാസ് ദ ടെറിബിൾസ് തിങ് ഫോർ എ വുമൺ ടു സിറ്റ് അറ്റ് ദ ബാർ. അത് ഭയങ്കര ഭയാനകമായ ഒരു കാര്യമാണ്. ഒരു സ്ത്രീ ഒരു ബാറിന്റെ ഉള്ളിൽ പോയി ഇരിക്കുക. വെൽ ഇറ്റ് ഡിഡൻ ടേക്ക് മീ എ ലോങ് വൈൽ ആൻഡിൽ ഐ ഗോട്ട് മൈസെൽഫ് ഇനിഷ്യേറ്റഡ് ടു ദി ബാർ. കുറെ സമയം ഞാൻ ഒരുപാട് സമയം എടുത്തില്ല, ഞാൻ എന്നെ തന്നെ ബാറിൽ കൊണ്ടുപോയിരുത്തി. ഐ വാസ് ത്രോൺ ഓഫ് ദോസ് സ്റ്റൂൾസ് സോ ഓഫൺ ദാറ്റ് ഐ ബിലീവ് മീ ഇറ്റ് വാസ് ഇൻ ഫണ്ണി. പലപ്പോഴും ഞാൻ സ്റ്റൂൾ വലിച്ചെറിഞ്ഞു. നിങ്ങൾ വിശ്വസിക്കണം, ഇത് അത്ര തമാശയായിട്ടുള്ള കാര്യമല്ല. ഐ ഹാഡ് എവരിബഡീസ് ആൻസർ. എനിക്ക് എല്ലാവർക്കും ആൻസർ കൊടുക്കാനുണ്ടായിരുന്നു. ഐ ബട്ടഡ് ഇൻ ടു എവരിബഡീസ് കോൺവെർസേഷൻ. ഞാൻ എല്ലാവരുടെയും സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു. ഇഫ് എ ഗേ വുഡ് fall asleep and leave his change on the bar, I was handy to help myself. അതായത് ഏതെങ്കിലും ആളുകൾ ഉറങ്ങിപ്പോവുകയും അവരുടെ ഈ ചേഞ്ച് ആ ബാർ റൂമിന്റെ ടേബിളിൽ ഇരിപ്പുണ്ടെങ്കിൽ ഞാനത് എടുക്കുമായിരുന്നു. ഹി couldn't sleep and spend his money, so what was I waiting for? നീ അവൻ ഉറങ്ങുകയും അവന്റെ പൈസ മുഴുവൻ തീരുകയും ചെയ്തിരിക്കുന്നു, ഇനി എന്തിനാണ് അവൻ അവിടെ ഇരിക്കുന്നത്? And I had hung around like an old jacks until I got loaded. അപ്പോൾ വീണ്ടും ഞാനിങ്ങനെ മറ്റുള്ള പഴയ കുടിയന്മാരോടൊപ്പം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കുമായിരുന്നു. ബ്രദർ വാസ് ഐ ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ഐ വാസ് കിക്ക്ഡ് ആൻഡ് ഐ വാസ് ബാങ്ക്ഡ് ആൻഡ് പുൾഡ് ബൈ ദ ഹെയർ. പലപ്പോഴും എന്നെ ചവിട്ടി പുറത്താക്കുകയും എന്നെ മുടി പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഐ ആം സർപ്രൈസ്ഡ് ടുഡേ ദാറ്റ് ഐ ആം നോട്ട് ലെയിം ഓർ സംതിങ് ലൈക്ക് ദാറ്റ് ദ വേ ഐ വാസ് നോക്ക്ഡ് ആൻഡ് കിക്ക്ഡ്. പലപ്പോഴും ബാറുകളിൽ ഇങ്ങനെ നോക്ക് ചെയ്യുമ്പോഴും കിക്ക് ചെയ്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ എന്നെ പുറത്താക്കുമ്പോഴും ചവിട്ടി പുറത്താക്കുമ്പോഴും ഞാനിപ്പോൾ അത്ഭുതപ്പെടുകയാണ്, ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ എന്ന്. ദെൻ ഐ ഗോട്ട് സോ ലോ. ഞാൻ അത്രമാത്രം താഴ്ന്നു പോയി. ദാറ്റ് ഐ ഹാങ് ഔട്ട് വിത്ത് ദ ഗേൾസ് ആൻഡ് ഗേൾസ്. ഞാൻ പലപ്പോഴും ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഹാങ് ഔട്ട് ചെയ്തു. വെയർ ഓൺ ദ ബോഡി. എവിടെ ആരാണോ ആ കള്ളുകടയിലുള്ളത് അല്ലെങ്കിൽ മദ്യശാലയിലുള്ളത്, ഞാൻ അങ്ങനെ ഹാങ് ഔട്ട് ചെയ്തു. ഐ വാസ് ലൂസ്ഡ് അപ് ടു. പലപ്പോഴും എനിക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. My whole clothes on my body were full of lies. How low can a woman get? എൻ്റെ ബോഡിയിൽ ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം അത്രമാത്രം പിഞ്ചിപ്പോയിരുന്നു. കാരണം അതാണ് ഒരു സ്ത്രീക്ക് കിട്ടാനുള്ള. ഐ ഗോട്ട് ഇൻ ടോ വിത്ത് എ ഗാൾ നെയ്മഡ് ഐറിൻ ആൻഡ് വി യൂസ്ഡ് ടു ഡ്രിങ്ക്. ഞാൻ ഒരു ഐറിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് പലപ്പോഴും കൂട്ടുചേർന്നിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കുടിക്കുമായിരുന്നു. വെൻ വി ഹാഡ് ഗുഡ് മണി വി ഹാഡ് ഡ്രങ്ക് ദ ബെസ്റ്റ്. ഞങ്ങളുടെ കയ്യിൽ നല്ല പൈസ ഉള്ളപ്പോൾ ഞങ്ങൾ നന്നായി കുടിച്ചു. ബട്ട് വെൻ വി ഹാഡ് ഓൺലി എ ലിറ്റിൽ ബിറ്റ് ബിയർ വാസ് ഗുഡ് ഇനഫ്. ഞങ്ങൾക്ക് കുറച്ച് പൈസ മാത്രം ഉള്ളപ്പോൾ ഞങ്ങൾ ബിയർ കുടിക്കാൻ തുടങ്ങി. സോ വൺ ഡേ ഇൻ 1946, അങ്ങനെ ഒരു ദിവസം 1946 I happened to go into our hangout again as usual. ഞാൻ സാധാരണ പോലെ അവരോടൊപ്പം കൂടിച്ചേരാനായി പോയി. And I asked Irene what she was drinking. ഞാൻ ഐറിനോട് ചോദിച്ചു, നീ എന്താണ് കുടിക്കുന്നത്? She says, Anna, to tell you the truth, ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ, I can't take the first drink. I am having coke. അപ്പോ എനിക്ക് ആദ്യത്തെ കുടി എടുക്കാൻ പറ്റില്ല, ഞാൻ കോക്ക് കുടിക്കാം. He nearly knocked me dead. ഞാൻ മരിച്ച പോലെയായി. I says, ഞാൻ പറഞ്ഞു, സയൻസ് അബോ, എന്റെ വിശുദ്ധന്മാരെ, വാട്ട് ഹാപ്പൻ ടു യു? എന്താണ് നിനക്ക് സംഭവിച്ചത്? ഷീ സേസ്, അവൾ പറഞ്ഞു, ഐ കാൺ ടേക്ക് ദ ഫസ്റ്റ് ഡ്രിങ്ക്. എനിക്ക് ആദ്യത്തെ കുടി എടുക്കാൻ പറ്റില്ല. വെൽ, കൊള്ളാം. ഐ സൈസ്, ഞാൻ പറഞ്ഞു, നട്സ് ടു യു, നിനക്ക് വല്ല വട്ടും പിടിച്ചോ? ഐ ഹാവ് ഇൻ മൈൻ
but she says, I am gonna get you yet, I says, over my dead body. നീ ഞാൻ നിനക്ക് വട്ട് പിടിച്ചോ? എനിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ നിന്നെയും ഞാൻ അങ്ങനെ ആക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ എന്റെ മരിച്ച ശരീരത്തിലായിരിക്കും നീ അങ്ങനെ ആക്കാൻ പോകുന്നത്, ജീവിച്ചിരിക്കുന്ന എന്നെ നിനക്ക് അതിനു വേണ്ടി കിട്ടുകയില്ല. She got into AA in March of 1946. ഐറിൻ എന്ന് പറയുന്ന സ്ത്രീ മാർച്ച് 1946 ആൽക്കോളിക്സ് അനോണിമസിലെത്തി. ആൻഡ് ഇൻ മെയ് ഓഫ് ദാറ്റ് ഇയർ മദേഴ്സ് ഡേ വാസ് ഓൺ ദ 12th. അതായത് മെയ് മാസത്തെ അമ്മമാരുടെ ദിവസത്തെ 12-ാം തീയതി ആയിരുന്നു അത്. ദ ഡേ ബിഫോർ ദാറ്റ് ഐ വാസ് ഹാവിങ് എ ഗുഡ് ടൈം ഇൻ എ ജിൻമിൽ അഗെയിൻ. അതായത് ജിൻമിൽ എന്ന് പറയുന്നത് ഇവരുടെ കൂട്ടുകൂടി കുടിക്കുന്ന സ്ഥലത്തിന് അവൾ വിളിക്കുന്നതാണ്. അപ്പൊ അവിടെ ആയിരുന്നു ഞാൻ അതിന് തൊട്ടടുത്ത് മുമ്പുള്ള ദിവസം. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് എവർ ഹവ് കം ഓവർ മീ. എന്താണോ എനിക്ക് സംഭവിച്ചത് ഞാൻ ഓർക്കുന്നില്ല. ബട്ട് ഐ ആസ്ക്ഡ് സം ഓഫ് ദ യങ്ങസ്റ്റ് ഫോക്സ് ദാറ്റ് കുഡ് ഡയൽ ദ ഫോൺ ടു കോൾ ഐറിൻ. എന്നോട് പല കൂട്ടുകാരും യുവാക്കളായ പല കൂട്ടുകാരും പറഞ്ഞു, നീ ഐറിനെ വിളിക്കുമെന്ന്. ഐ ഡോണ്ട് റിമെമ്പർ ഡൂയിങ് ഇറ്റ്. ഞാനത് ചെയ്തതായിട്ട് ഓർക്കുന്നില്ല. ദിസ് വാസ് ഓൾ ടോൾഡ് ടു മീ ആഫ്റ്റർ. ഇതെല്ലാം പിന്നീട് എന്നോട് പറഞ്ഞ കഥയാണ്. ദ നെക്സ്റ്റ് ഡേ വാസ് മദേഴ്സ് ഡേ. അടുത്ത ദിവസം അമ്മമാരുടെ ദിവസമായിരുന്നു. ആൻഡ് ലൈക്ക് എവരി വൺ എൽസ് ഐ വാണ്ടഡ് ടു ബി സച്ച് എ വണ്ടർഫുൾ മദർ. എനിക്ക് എല്ലാവരെയും പോലെ എനിക്ക് നല്ല മനോഹരിയായ അമ്മ ഉണ്ടായിരുന്നു. ദാറ്റ് ഐ ഹാഡ് ടു ബൈ എ ഗാർഡേനിയ ഫോർ മൈ കോട്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കോട്ടിലൊരു ഗാർഡേനിയ വാങ്ങി. ഐ വെന്റ് അപ് ടു ദി സെയിം ജിൻമിൽ ടു സെലിബ്രേറ്റ് മദേഴ്സ് ഡേ. ഞാൻ ഈ ജിൻമില്ലില് വീണ്ടും ഈ മദേഴ്സ് ഡേ ആഘോഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അമ്മമാരുടെ ദിവസം ആഘോഷിക്കാൻ വേണ്ടി പോയി. ഐ സാറ്റ് ഓൺ ദ സ്റ്റൂൾ ഡ്രിങ്കിങ്. ഞാൻ ആ സ്റ്റൂളിൽ കുടിക്കാനായിരുന്നു. ആൻഡ് പ്രെറ്റി സൂൺ ഇൻ കംസ് മൈ ഫ്രണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരും വന്നു. ഓ ഐ സേസ്, ഹലോ ഐറിൻ. ഞാൻ പറഞ്ഞു, ഹലോ ഐറിൻ. ഹി സേസ്, ഹലോ മൈ ഐ. ഹലോ എൻ്റെ കണ്ണേ. യു ഗോട്ട് മീ ലുക്കിംഗ് ഓൾ ഓവർ ദ ടൗൺ ഫോർ യു. നിന്നെ അന്വേഷിച്ച് ഞാൻ ഈ ടൗൺ മുഴുവൻ നടന്നു. യു മെയ്ഡ് എ ഡേറ്റ് വിത്ത് മീ യെസ്റ്റർഡേ. നീ ഇന്നലെ എന്നോടൊപ്പം ചേർന്നു. ഐ സേസ്, ഐ ഞാൻ നിന്നോടൊപ്പം ചേർന്നോ? ഷീ സേസ്, നോട്ട് യു ബട്ട് ദ ക്രൗഡ് ഇൻ ഹിയർ ഹാഡ് ദ ഇയേഴ്സ് റാങ് ഓഫ് മീ വിത്ത് ദ ടെലിഫോൺ. അതായത് ഈ കൂട്ടത്തിലുള്ള ആളുകൾ എന്നെ ഫോൺ വിളിച്ചു. ദേ സെഡ് ദാറ്റ് യു വാണ്ടഡ് ടു മീറ്റ് മീ ടു നൈറ്റ് ആൻഡ് യു വാണ്ടഡ് മീ ടു ടേക്ക് യു വേർ ഐ ഗോ ഓൺ സൺഡേ നൈറ്റ്സ്. അപ്പൊ ഇവരെന്നോട് പറഞ്ഞു, നിനക്ക് എന്നോടൊപ്പം വരണമെന്ന്. ഞാൻ എവിടെയാണോ ഞായറാഴ്ച രാത്രി പോകുന്നത് അവിടെ നിനക്ക് വരണമെന്ന്. ഐ സൈസ് ഓക്കെ, ദാറ്റ്സ് ന്യൂസ് ടു മീ. അത് ഒരു വാർത്തയാണ്. ഹാവ് എ ഡ്രിങ്ക്? നോ. ഷീ സൈസ്, നിനക്ക് കുടിക്കണോ? വേണ്ട. ഐ കാൺ ടേക്ക് ദ ഫസ്റ്റ് ഡ്രിങ്ക്. എനിക്ക് ആദ്യത്തെ കൂടി എടുക്കാൻ പറ്റില്ല. ദർ ഇസ് എ ക്യാബ് ദർ വെയിറ്റിംഗ് ഫോർ മീ ടു ടേക്ക് യു ഡൗൺ ടു എ. അവിടെ ക്യാബ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്നലെ ഈ കൂട്ടുകാർ പറഞ്ഞു, നീ എനിക്ക് എന്നോട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്യാബ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ മീ ടു ടേക്ക് യു ഡൗൺ ടു എ. ആൽക്കോളിക്സ് അനോണിമസിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി ടാക്സി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഡൗൺ ടു ദ ഓൾഡ് 41 സ്ട്രീറ്റ് ക്ലബ് ഹൗസ് ഐ ലാൻഡഡ്. അതായത് 41-ാമത്തെ സ്ട്രീറ്റിലുള്ള ക്ലബ് ഹൗസിലെ എയിലെ റൂമിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. ഇൻ ദോസ് ഡേയ്സ് ദേ യൂസ് ടു ഹാവ് 3 മീറ്റിംഗ്സ് എ വീക്ക്, സൺഡേ, ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ. ആ സമയത്ത് 1940-കളിലാണ്. ആ സമയത്ത് ഞായറാഴ്ചയും വ്യാഴാഴ്ചയും ചൊവ്വാഴ്ചയുമായിട്ടാണ് മീറ്റിങ്ങുകൾ നടന്നത്. സോ ഐ വെന്റ് ഡൗൺ ദാറ്റ് എ മീറ്റിംഗ്സ് ദാറ്റ് മീറ്റിംഗ് മീ നൈറ്റ്. ആ രാത്രി ഞാൻ അവിടെ എ മീറ്റിംഗ്സിനായി പോയി. They took me ടു ദി ബിഗിനേഴ്സ് മീറ്റിംഗ്. അവരെന്നെ ആ ബിഗിനേഴ്സ് മീറ്റിങ്ങിനാണ് ആദ്യം കൊണ്ടുപോകുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് വാസ് സെഡ്. എനിക്കറിയില്ല എന്താണ് ഞാൻ അവിടെ പറയേണ്ടുന്നത്. ബട്ട് ഐ ഡു റിമെമ്പർ. ഞാൻ പക്ഷെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ദാറ്റ് വെൻ ദ മീറ്റിംഗ് വാസ് ഓവർ, മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ, വെൻ ദ ഡോർ ഓഫ് ദ 41 സ്ട്രീറ്റ് ക്ലബ് ഹൗസ് ഓപ്പൺ. മീറ്റിംഗ് കഴിഞ്ഞിട്ടും 41-ാമത്തെ സ്ട്രീറ്റിലെ ക്ലബ് ഹൗസിന്റെ ഡോറുകൾ ഓപ്പണറാണ്. ഐ സോബർഡ് അപ്പ് ദാറ്റ് വെരി നൈറ്റ് ആഫ്റ്റർ 32 years ഓഫ് നോക്കിംഗ് ലിക്വർ അറൗണ്ട്. അതായത് അന്ന് രാത്രി 32 വർഷങ്ങളായി മദ്യത്തിന് വേണ്ടി രാത്രികളിൽ അലഞ്ഞു നടന്ന് ഡോറുകൾ മുട്ടി നടന്ന ഞാൻ സുബോധാവസ്ഥയിലേക്ക് എത്തി. ഡ്രാങ്ക് കോക്ക് there that night. ഞാൻ അവിടെ വെച്ച് കൊക്കോകോള കുടിച്ചു. ആൻഡ് ഐ വെന്റ് ബാക്ക് ആൻഡ് ഫോർത്ത് ടു ദ മീറ്റിംഗ്സ് ഫോർ 8 months. ഞാൻ അങ്ങനെ മീറ്റിംഗിലേക്ക് 8 മാസങ്ങളിൽ തുടർച്ചയായി പോയിക്കൊണ്ടേയിരുന്നു. ഐ വാസ് സോബർ ഫോർ 8 months. അങ്ങനെ ഞാൻ 8 മാസം സോബറായി. ഫിസിക്കലി ബട്ട് നോട്ട് മെന്റലി. ശാരീരികമായി സോബറായി, പക്ഷെ മാനസികമായി ഞാൻ സുബോധാവസ്ഥയിൽ എത്തില്ല.
ഐ നെവർ മിങ്കിൾഡ് വിത്ത് എ സോൾ ഇൻ ദ മീറ്റിംഗ്സ്. ഞാൻ ആ മീറ്റിംഗിന്റെ ആത്മാവുമായി കൂടിച്ചേർന്നില്ല. ഐ നെവർ ഷുക്ക് ഹാൻഡ്സ്. ഞാൻ ഒരിക്കലും കൈകൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തില്ല. ഓർ സെഡ് ഹലോ. ഞാൻ ഒരിക്കലും ഹലോ പറഞ്ഞില്ല. ടു മൈ നെയ്ബർ സിറ്റിംഗ് അലോങ് സൈഡ് ഓഫ് മീ. ആ മീറ്റിംഗിൽ ഇരിക്കുന്ന എൻ്റെ അടുത്തിരിക്കുന്ന അയൽപക്കത്തിരിക്കുന്ന ആളുകളുമായി ഞാൻ മിങ്കിൾ ചെയ്തില്ല, കൂടിച്ചേർന്നില്ല. ഐ നെവർ സ്റ്റോപ്ഡ് ഫോർ കോഫി. ഞാൻ അവിടെ നിന്ന് കോഫി കുടിച്ചില്ല. ഐ ജസ്റ്റ് റൺ ആൻഡ് ഔട്ട്. ഞാൻ വെറുതെ അങ്ങോട്ട് പോവും, തിരിച്ചു വരും. ഇൻ ദ മീൻ വൈൽ ഐ ഗോട്ട് മാരീഡ് ദ സെക്കൻഡ് ടൈം. ഈ സമയത്ത് ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ചു. അപ്പക്കടെ സോൾ പാർട്ട്ണർ അനദർ ഡ്രങ്ക് ലൈക്ക് മൈസെൽഫ്. ഞാൻ മറ്റൊരാളെ കണ്ടെത്തിയത് എന്നെ പോലെ തന്നെ കുടിക്കുന്ന ഒരാളെയാണ്. ഐ വുഡ് കം ഹോം ഫ്രം ദ മീറ്റിംഗ്സ്. ഞാൻ മീറ്റിംഗിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ആൻഡ് ടെൽ ഹിം ഓൾ അബൌട്ട് ദി സ്റ്റോറീസ്. ഞാൻ അവനോട് അവിടെ നടന്ന സംഭവങ്ങളുടെ കഥകളെല്ലാം പറയും. അബൌട്ട് ദോസ് വിമൻസ് ഹിറ്റിംഗ് ഓൾ ദ ജയിൽസ്. ഞാൻ ആ സ്ത്രീകള് എത്രയോ പേരാണ് ജയിലുകളിൽ പോയത്. സോ ഓഫൺ ആൻഡ് ഓൾ ദ ഹോസ്പിറ്റൽസ് സോ ഓഫൺ. എത്രയോ സ്ത്രീകളാണ് ആശുപത്രികളിൽ പതിവായി പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഹി സേസ് യു ഓൾഡ് സോ ആൻഡ് സോ യു ഷുഡിന്റ് ബീൻ ദെയർ യുവർ സെൽഫ്. നിനക്ക് പ്രായമായി, നീ അവിടെ പോകേണ്ട കാര്യമില്ല. ദാറ്റ്സ് വാട്ട് ഐ ഗോട്ട് ഫോർ ആൻ ആൻസർ. അതാണ് അവനിൽ നിന്ന് എനിക്ക് കിട്ടിയ ഉത്തരം. ബട്ട് ഇറ്റ് ഡിഡിന്റ് ബോദർ മീ. പക്ഷെ തന്നെ അസ്വസ്ഥയാക്കിയില്ല. ദെൻ വൺ നൈറ്റ് എ ലിറ്റിൽ ആർഗ്യുമെന്റ് സ്റ്റാർട്ടഡ്. ഒരു ദിവസം രാത്രി തർക്കങ്ങൾ ആരംഭിച്ചു. ചെറിയൊരു തർക്കം ആരംഭിച്ചു. ഐ തിങ്ക് ഐ വാസ് വെയിറ്റിംഗ് ടു സ്റ്റാർട്ട് സംതിങ്. എനിക്ക് മനസ്സിലായി ഞാൻ എന്തോ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇറ്റ് വാസ് എ ഫൂളിഷ് തിങ്. ഇതൊരു മണ്ടത്തരമാണ്. ഓവർ പിക്സ് സ്നാക്കിൾസ്, ബിലീവ് ഇറ്റ് ഓർ നോട്ട്. അതായത് വീണ്ടും പന്നിക്കുഴിയിൽ പോവുകയോ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് പിക്സ് സ്നാക്കിൾസ് ആർഗ്യുമെന്റ്സ്. വീണ്ടും ആ തർക്കത്തിൽ വീണ്ടും ആ പന്നിക്കുഴിയിൽ കിടന്ന് തർക്കിക്കാൻ പോകണം. ഹി ടോൾഡ് മീ ഹി വാസ് ഗോണ ഹാവ് ദ ഗ്യാങ് അപ്പ് ടു ഈറ്റ് അപ്പ് മൈ സർക്കറൻറ്റ് ആൻഡ് പിക്സ് സ്നാക്കിൾസ് ഫോർ സാറ്റർഡേ നൈറ്റ്. ഐ സെഡ് യു വിൽ ഇൻ എ പിഗ് ഹൈ. ആൻഡ് ഐ വെന്റ് ഔട്ട് ആൻഡ് ഐ ഗോട്ട് എ ഫൈൻ ലോഡ് ഓൺ. ഐ ഓൺലി ഡ്രാങ്ക് ഫോർ 2 days, ബട്ട് ഐ ക്യാരിഡ് എനഫ് ഫോർ എ ഇയർ ഇൻ ദോസ് 2 days. അതായത് അങ്ങനെ അവനുമായിട്ട് തർക്കിക്കുകയും അവനെ ഞാൻ പന്നിയുടെ കണ്ണെന്ന് വിളിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പിന്നീട് 2 ദിവസം കുടിച്ചു. അത് ആ 2 ദിവസത്തെ കുടിച്ച് വർഷങ്ങളോളം കുടിച്ച കുടി ആ 2 ദിവസം കുടിച്ചു. ഐ ഗോട്ട് ഓഫ് ദാറ്റ് 2-day ഡ്രങ്ക് ത്രൂ ദ AAs. അങ്ങനെ ഞാൻ ആ 2 ദിവസം AAയിലൂടെ തന്നെ കുടിച്ചുകൊണ്ടേയിരുന്നു. ദ നോസി AAs കോട്ട് അപ്പ് വിത്ത് ദ മീ സംഹൗ ഓർ അതർ. അങ്ങനെ എന്നെ വീണ്ടും AA കയറി പിടിച്ചു. ദേ വെന്റ് ടു ദി പ്ലേസ് വേർ ഐ വർക്ക്ഡ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർ പോയി. ദ വുമൺ ദർ വാസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ ആൽക്കഹോളിക്സ്. അവിടുത്തെ സ്ത്രീ ആണെങ്കിൽ മദ്യാസക്തരുമായിട്ടുള്ള ആളുകളെ പറ്റി നല്ല താല്പര്യമുള്ളവരായിരുന്നു. ഷി സെഡ് ടു മീ. അവൾ എന്നോട് പറഞ്ഞു, യു ആർ ഡ്രിങ്കിങ്. നിങ്ങൾ കുടിക്കുകയാണ്. ഐ സേസ് ഹൗ ഡു യു നോ. നിങ്ങൾ എങ്ങനെയാണ് എന്നെ മനസ്സിലാക്കിയത്? ഷി സെഡ് കം ഓൺ ഇൻ, സിറ്റ് ഡൗൺ വൈൽ ആൻഡ് റെസ്റ്റ് യുവർ സെൽഫ്. കടന്നു വരൂ, കുറച്ചു നേരം ഇരിക്കൂ, നിങ്ങളൊരു വിശ്രമിക്കും. ഷീ സേസ്. അവൾ പറഞ്ഞു, ചാർലി കോൾഡ് അപ്പ്. ചാർലി എന്നെ വിളിച്ചിരുന്നു. ഐ സേസ് ദാറ്റ് സൺ ഓഫ് എ ഗൺ. അവൻ എന്തിനാ എന്നെ വിളിച്ചത്? ഹിസ് ഗോട്ട് മീ സോ അഡ്വർടൈസ്ഡ് ദാറ്റ് ദിസ് ഡാമൻ ഓർഗനൈസേഷൻ നോസ് മൈ ഹോൾ ബിസിനസ്. അവൻ എന്നെ ആ ഓർഗനൈസേഷനിൽ കൊണ്ടുപോയി എന്നെ പരസ്യപ്പെടുത്തുകയാണ്. അതാണ് അവന്റെ പരിപാടി. നോബഡി സ്റ്റെപ്ഡ് ഓവർ മൈ ടെറിട്ടറി ബിഫോർ ഇൻ മൈ ലൈഫ്. ആരും എൻ്റെ ഈ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്നിട്ടില്ല. എൻ്റെ അതിർത്തി ഭേദിച്ച് കടന്നു വന്നിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഐ ഗോട്ട് എ ഗെറ്റ് ഇൻ ടു തിങ്സ് ലൈക്ക് ദിസ് ആൻഡ് ദേ നോ ഇറ്റ് ഓൾ. ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യണോ, എല്ലാവരെയും അറിയിക്കണോ? ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ്. ഷീ സേസ് ദേ ആർ കമ്മിങ്. അവർ വരികയാണ്. അപ് ടു സീ യു ടു നൈറ്റ്. നിന്നെ ഇന്ന് രാത്രി കാണുന്നുണ്ട്. ഐ നിയർലി ഡ്രോപ്ഡ് ഡെഡ്. ഞാൻ ഏകദേശം മരിച്ച അവസ്ഥയിലായി. അപ്പൊ അവൾ പറഞ്ഞു, അവരിപ്പോ ഇന്ന് വരും നിന്നെ കാണാനായി. ദേ കെയിം അപ്പ് ഓൾ റൈറ്റ്. അവർ വന്നു, ശരിയാണ്. ആൻഡ് ഐ ഹംബിൾഡ് മൈസെൽഫ്. ഞാൻ വളരെ എളിമയുള്ളവളായി. ഐ ഫെൽറ്റ് സോ ഗിൽറ്റി. ഞാൻ വളരെ കുറ്റബോധമുള്ളവളായി. ഐ ഡോണ്ട് നോ വാട്ട് ഐ ഡസ് ടു യു. എന്താണ് ആൽക്കോളിസം നിനക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല. ബട്ട് യു നെവർ ക്യാൻ ഡ്രിങ്ക് ദ സെയിം അഗെയിൻ. നീ ഒരിക്കലും ഇതുപോലെ കുടിക്കാൻ പോകുന്നില്ല. സോ ദേ സജസ്റ്റ് മീ ടു ഗോ അപ്പ് ഓൺ എ ഫാം ഇൻ കണക്ടിക്കറ്റ്. കണക്ടിക്കറ്റിലെ ഒരു ഫാമിലേക്ക് പോകണം. നത്തിങ് ബട്ട് വൈഡ് ഓപ്പൺ സ്പേസസ് ഇൻ ദ ബർക്ഷയർ ഹിൽസ്. അത് വലിയൊരു ഓപ്പൺ സ്പേസ് ആണ് ബർക്ഷയർ ഹിൽസിൽ. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതൊരു മനോഹരമായ സ്ഥലമാണ്. ഐ സ്റ്റേഡ് അപ്പ് ദർ 2 days. ഞാൻ അവിടെ 2 ദിവസം താമസിച്ചു. ആൻഡ് ഐ കെയിം ബാക്ക് എ ന്യൂ വുമൺ. 2 ദിവസത്തിന് ശേഷം ഒരു പുതിയ വ്യക്തിയായി ഞാൻ അവിടെ നിന്ന്, പുതിയൊരു സ്ത്രീയായി അവിടെ നിന്ന് തിരിച്ചു വന്നു.
ടുഡേ ഇന്ന് ഐ ഹാവ് എ ലോട്ട് ഓഫ് ദ താങ്ക്ഫുൾ ഫോർ എ. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഹാസ് ടോട്ട് മീ ദ വേ ഓഫ് ലൈഫ്. അവരെനിക്ക് പഠിപ്പിച്ചു തന്നു എന്താണ് ജീവിതത്തിന്റെ വഴി. ഇറ്റ് ഹാവ് ഗിവൺ മീ ബാക്ക് മൈ റെസ്പെക്ട്. ഇതെന്റെ ബഹുമാനം തിരിച്ചു തന്നു. ഇറ്റ് വാസ് ഗിവൺ ബാക്ക് ദ ലവ് ഓഫ് എവരിബഡി ഐ നോ. എന്നെ അറിയാവുന്നവർക്കെല്ലാം എന്നെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് അവർ കൊടുത്തു. ഇറ്റ് വാസ് ടോട്ട് മീ ടു ഷോ ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് അവരെന്നെ പഠിപ്പിച്ചു. വിച്ച് ഐ നെവർ ഡിഡ് ബിഫോർ. ഈ നന്ദി ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. ഇറ്റ് ഹാസ് ടോട്ട് മീ ടു ബി ഹംബിൾ വെൻ ഐ ഹാവ് ടു ബി ഹംബിൾ. ഞാൻ വളരെയധികം വിനയമുള്ളവളാകാനായിട്ട് എന്നെ പഠിപ്പിച്ചു എപ്പോഴൊക്കെ വിനയം ആവശ്യമുണ്ടപ്പോൾ. ഐ ആം വാട്ട് യു കോൾ എ ലക്കി വുമൺ. നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ ഒരു ഭാഗ്യമുള്ള യുവതി എന്ന് വിളിക്കാം. ഐ ലൈവ് എലോൺ നൗ. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഐ ഹാവ് എ ടെലിവിഷൻ വിത്ത് മൈ ബോയ്സ് ഹൗ ട്രീറ്റ് മീ ടു. എനിക്കൊരു ടെലിവിഷൻ എന്റെ മക്കൾ മേടിച്ചു തന്നാണ്. നൗ ഐ ഹാവ് എ ടെലിഫോൺ ടു. എനിക്കിപ്പോൾ ഒരു ടെലിഫോണും കയ്യിലുണ്ട്. ഐ ഡു ലവ് ടു ഗോ ടു എ മീറ്റിംഗ്സ്. ഞാൻ ആൽക്കോളിസംസിന്റെ മീറ്റിംഗിൽ സ്ഥിരമായി പോകുന്നുണ്ട്. ആൻഡ് ഐ മീറ്റ് വിത്ത് എവരിബഡി. ഞാൻ എല്ലാവരെയും കണ്ടുമുട്ടാറുണ്ട്. ദ ഓൾഡ് ആൻഡ് ദ ന്യൂ. പഴയവരെയും പുതിയ ആളുകളെയും. ഐ ആം എ 24 hour പേഴ്സൺ. ഇപ്പോൾ ഞാൻ 24 മണിക്കൂർ ഉള്ള വ്യക്തിയാണ്. ഐ ലൈവ് ഓൺ ദ 24 hour പ്ലാൻ. ഞാൻ ആ 24 മണിക്കൂർ പ്ലാനിലാണ് ജീവിക്കുന്നത്. ഐ ആം 5 years and 7 months വിത്തൗട്ട് എ ഡ്രിങ്ക്. ഇപ്പോൾ ഞാൻ 5 വർഷവും 7 മാസവുമായി കുടിക്കാതെ ഇരിക്കുന്നു, അല്ലെങ്കിൽ കള്ളു കുടിക്കാതിരിക്കുന്നു. ബട്ട് ഐ കുഡ് ഗോ ഔട്ട് ടു നൈറ്റ്. ഞാൻ പക്ഷെ ഇന്ന് രാത്രി പുറത്തു പോകുന്നുണ്ട്. ബട്ട് ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് ഗെറ്റ് എ ഡ്രങ്ക്. ബട്ട് ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് ഗെറ്റ് ഡ്രങ്ക് ദർ ഈസ് അനദർ തിങ് ഐ മസ്റ്റ് റിമെമ്പർ ദാറ്റ് വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവേസ് ആൻ ആൽക്കഹോളിക്. അതായത് ഞാൻ ഇന്ന് രാത്രിയും പുറത്തു പോയാൽ ഒരു പക്ഷേ കുടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ദർ വാസ് അനദർ തിങ് ഐ മസ്റ്റ്. ഞാൻ പക്ഷെ മറ്റൊരു കാര്യം കൃത്യമായി ഓർക്കണം. ഒരിക്കൽ ആൽക്കഹോളിക് ആയി മാറിയ ആൾ ഓൾവേസ് ആൻ ആൽക്കഹോളിക്. ഒരിക്കൽ ആൽക്കഹോളിക് ആയി മാറിയ ആൾ എപ്പോഴും ആൽക്കഹോളിക് തന്നെയാണ്. ഐ ഡോണ്ട് മൈൻഡ് ദ നെയിം ഓഫ് ആൽക്കഹോളിക്. ഞാനിപ്പോൾ ആൽക്കഹോളിക് എന്ന പേര് വിളിക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് ഐ വാസ് കോൾഡ് സൺ ഓഫ് എ ദിസ് ആൻഡ് സൺ ഓഫ് എ ദാറ്റ് ആൻഡ് ആൽക്കഹോളിക് ഈസ് എ ഗുഡ് എനഫ് നെയിം ഫോർ മീ. അതായത് ഞാൻ ഒരുപാട് തെറി കേട്ടിട്ടുണ്ട്. നീ അവളെ സൺ ഓഫ് എ ബിച്ച് അങ്ങനെയൊക്കെ നമ്മൾ ഇംഗ്ലീഷുകാർ വിളിക്കുമല്ലോ. അപ്പൊ അതാണ് അവൾ പറയുന്നത്. സൺ ഓഫ് ദീസ്, സൺ ഓഫ് എ ദാറ്റ്. ആൽക്കഹോളിക് എന്ന പേരാണ് അതിലൊക്കെ ഭേദം. അത് എനിക്ക് ഇഷ്ടപ്പെട്ട പേരാണ്. സോ ഐ ആം വെരി വെരി ഹാപ്പി. ഞാൻ അതുകൊണ്ട് വലിയ സന്തോഷവതിയാണ്. ടു ന്യൂ കമേഴ്സ് ഐ സേ. പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഗോ ടു മീറ്റിംഗിലേക്ക് പോകൂ. ആൻഡ് ഗോഡ് ടേക്ക് കെയർ ഓഫ് ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് യു. ദൈവം നിങ്ങളുടെ കാര്യം എല്ലാ ദിവസവും, നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യം ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആനി ദ കോപ്പ് ഫൈറ്റർ. അപ്പൊ കോപ്പ് എന്ന് പറഞ്ഞാല് പോലീസുകാരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് കോപ്പ്. കോപ്പ് എന്ന് പറഞ്ഞാൽ പോലീസ് എന്നുള്ള അർത്ഥത്തിലാണ് പറയാം. അടുത്തത് കഥയുടെ പേര് ദ ഇൻഡിപെൻഡന്റ് ബ്ലോണ്ട് എന്നാണ്. നമുക്കപ്പോ അതിന്റെ ഓട്ടോബയോഗ്രാഫിയിലേക്ക് ഒന്ന് പോകാം. ഇൻഡിപെൻഡന്റ് ബ്ലോണ്ട്. ഓക്കെ. ദ ഇൻഡിപെൻഡന്റ് ബ്ലോണ്ട് എന്ന് പറയുന്നത് നാൻസി എഫ് എന്ന് പറയുന്ന ആളുടെ കഥയാണ്. ബുക്കിലെ സെക്കൻഡ് എഡിഷനിൽ, രണ്ടാമത്തെ എഡിഷനിലാണ് ആ കഥ വന്നേക്കുന്നത്. നാൻസി എഫ് ന്യൂയോർക്ക് സിറ്റിയിലെ സോറി അതല്ല, അത് തന്നെ. അപ്പൊ നാൻസി കെയിം ടു എ ഇൻ ജൂൺ 1940. 1945 അവള് എയിൽ വരുന്നത്. വെൻ ഷി വാസ് 39 years old. 39 വയസ്സുള്ളപ്പോൾ. ഷി ഡിഡ് നോട്ട് റൈറ്റ് ഹെർ ഓൺ സ്റ്റോറി വിച്ച് വാസ് റിട്ടൺ ബൈ സം റൈറ്റേഴ്സ് ഇൻ എ. അവള് കഥ എഴുതി, ഇൻഡിപെൻഡന്റ് ബ്ലോണ്ട് എന്ന് പറഞ്ഞ കഥ എഴുതിയത് അവള് തന്നെ എഴുതിയതല്ല. ആൽക്കഹോളിസമിൽ മറ്റ് പലരും എഴുതി കൊടുത്താണ്. ആൻഡ് ഷി ക്ലെയിം ഷി ഡിഡ്ന്റ് ഈവൻ നോ ഇറ്റ് വാസ് ഇൻ ദ ബുക്ക്. അവൾക്ക് അറിയുക പോലുമില്ല ഈ ബുക്കിൽ ഈ കഥ വന്നിട്ടുണ്ടെന്ന്. അപ്പത്തേക്ക് അത് മാറി. ഒരു മിനിറ്റ്. നാൻസി ബുക്ക് ഷി ലെഫ്റ്റ് ഹോം അറ്റ് 14. 14 വയസ്സിൽ അവൾ വീട് വിട്ടുപോയി. ഹർ മദർ ഹാർട്ട് ഡെഡ് വെൻ ഷി വാസ് 3. അവളുടെ അമ്മ മരിച്ചത് 3 വയസ്സുള്ളപ്പോഴാണ്. അവൾക്ക് 3 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരിച്ചു. ഹർ ഫാദർ റീമാരിഡ് വെൻ ഷി വാസ് 14. അവൾക്ക് 14 വയസ്സുള്ളപ്പോൾ അവളുടെ അച്ഛൻ വീണ്ടും കല്യാണം കഴിച്ചു. ആൻഡ് ഹർ സ്റ്റെപ്പ് മദർ കിക്ക്ഡ് ഹർ ഔട്ട്. അവളുടെ സ്റ്റെപ്പ് മദർ അവളെ പുറത്താക്കി. വെൻ യു ആർ ത്രോൺ ഔട്ട് യു ഡോണ്ട് ഫീൽ ലൈക്ക് യു ആർ എനിത്തിങ്. നിങ്ങൾ എറിയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ഇഷ്ടപ്പെടില്ല. യു നോ സംതിങ് ഗോട്ട് ടു ബി റോങ് ഓർ ദേ വുഡ്ന്റ് ഹാവ് ത്രോൺ ഔട്ട് യു. എന്തോ നീ മോശമായിട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പുറത്താക്കപ്പെടുക. ആൻഡ് ദേ ടെൽ മീ ദാറ്റ് സൈക്കോളജിക്കലി ഐ ഫെൽറ്റ് അബാൻഡൻ ബൈ മൈ മദർ. അപ്പം അവരെന്നോട് അത് പറഞ്ഞു, മനഃശാസ്ത്രപരമായി എന്നോട് പറഞ്ഞു. പക്ഷെ എൻ്റെ അമ്മ എന്നെ ഒറ്റപ്പെടുത്തി. ഷീ ഹാഡ് മേഡ് എ ഫ്യൂ ജിയോഗ്രാഫിക് ക്യൂഴ്സ്
ബട്ട് ദേ ഡിഡ്ന്റ് വർക്ക്. പല ജിയോഗ്രാഫിക് ഇവള് നാൻസി പല ജിയോഗ്രാഫിക് റിക്വേഴ്സ് എന്ന് പറഞ്ഞാൽ പല പല സ്ഥലങ്ങളിൽ മാറി ഇതൊക്കെ ചെയ്തെങ്കിലും അതൊരിക്കലും വർക്കില്ല. ഷി കെപ്റ്റ് ക്വിറ്റിംഗ് ജോബ്സ്. അവൾ പലപ്പോഴും ജോലികൾ നഷ്ടപ്പെട്ടു തുടങ്ങി. നോട്ട് ഹാവിംഗ് ദ കറേജ് ടു വെയിറ്റ് ടു ബി ഫയർഡ്. അത് അവൾ പലപ്പോഴും ജോലിയിൽ നിന്ന് ജോലി ഉപേക്ഷിച്ചു പോയി. കാരണം അവൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല ആരെങ്കിലും പുറത്താക്കി കഴിയുമ്പോഴത്തേക്ക് പോകാനായിട്ട്. അവിടെ നേരത്തെ തന്നെ അവള് ജോലി ഉപേക്ഷിച്ചു പോകും. Her contact with AA was at the clubhouse on 9th Avenue at 41 Street. 9th Avenueലെ കോണ്ടാക്ട് ആണ് അവൾക്ക് ഉണ്ടായിരുന്നത് AAയില്. She expected to meet a bunch of bums, so did not get dressed up because she didn't want to look better than everybody else. അവൾ നന്നായിട്ടൊന്നും ഡ്രസ്സപ്പ് ചെയ്തിരുന്നില്ല, കാരണം നന്നായി മറ്റുള്ളവരെ പോലെ നല്ലതുപോലെ ഇരിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. When she arrived Park Avenue, types were there and I was so welcome. It was the first time I felt welcome. അപ്പോൾ ആ മീറ്റിംഗില് 9th Avenue 41 സ്ട്രീറ്റിലുള്ള ക്ലബ് ഹൗസിന്റെ മീറ്റിംഗിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും അവളെ സ്വാഗതം ചെയ്തു. കുറെ കാലം കൂടി അവൾക്ക് ആദ്യമായിട്ടാണ് അത്രയും സ്വാഗതം കിട്ടിയത്. ഷി വാസ് ഇംപ്രസ്ഡ് ഓൺ കമ്മിങ് ടു AA. അങ്ങനെ അവൾക്ക് AAയിലേക്ക് വരാനായിട്ടുള്ള താല്പര്യമുണ്ടായി. ടു മീറ്റ് എ കൗണ്ടീസ് സ്റ്റാർസ് ഡോൺഫോൾ. ഫെലീഷ്യ ജി എന്ന് പറഞ്ഞ മറ്റൊരു സ്റ്റാർസ് ഡോൺഫോൾ എന്ന് പറയുന്ന നമ്മുടെ ഒരു കഥയുണ്ട് വ്യക്തികഥകളിൽ. നക്ഷത്രങ്ങൾ താഴെ വീഴുന്നില്ല. ഫെലീഷ്യ ജി എന്ന് പറയുന്ന അവളെ കാണാൻ വേണ്ടിയിട്ട് അവൾ സ്ഥിരം പോകുമായിരുന്നു. അറ്റ് ദ ടൈം നാൻസി ഹാഡ് എ ലിറ്റിൽ ബ്യൂട്ടി ഷോപ്പ്. നാൻസിക്ക് ആ സമയത്ത് ഒരു ബ്യൂട്ടി ഷോപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ഓഫൻ ഗേവ് എ പെർമനൻസ് ടു മെമ്പേഴ്സ് ഓഫ് AA. അപ്പൊ ഈ ആനിജിയുടെ സ്പോൺസറാണ് ഈ നാൻസി. ഇച്ചിരി മുമ്പ് പറഞ്ഞ അപ്പൊ പോലീസുകാരായിട്ടൊക്കെ യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ മത്സരിക്കുന്ന അവളുടെ സ്പോൺസറാണ് ഈ നാൻസി. അപ്പൊ അവൾക്കൊരു ബ്യൂട്ടി ഷോപ്പ് ഉണ്ടായിരുന്നു. ദോസ് ഹു കുഡ് അഫോർഡ് ടു പേ ഹർ ആൻഡ് ദോസ് ഹു നോട്ട്. അവൾക്ക് ആരെങ്കിലും അപ്പൊ പെർമനൻസ് ടു മെമ്പേഴ്സ്, അതായത് ബ്യൂട്ടി ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആൽക്കോളിക്സ് അനോണിമസിലെ അംഗങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ അവിടെ പോവാം, പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ പോകാം, പേ ചെയ്യാൻ പറ്റുമെങ്കിൽ പേ ചെയ്താൽ മതി. അങ്ങനത്തെ ഒരു ബ്യൂട്ടി ഷോപ്പ് അവൾ നടത്തിയിരുന്നു. ഷീ ആൻഡ് അനദർ യങ് വുമൺ പെർഹാപ്സ് മാർട്ടിയം, അവളും മറ്റൊരു സ്ത്രീ നമ്മുടെ ആൽക്കോളിക്സ് അനോണിമസിലെ അംഗമായിരുന്നു മാർട്ടിയമ്മും കൂടി വേർ ഓഫൺ ആസ്ക്ഡ് ടു ഗോ ടു ഹോസ്പിറ്റൽ. വേർ ഓഫൺ അതായത് അവളോട് ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു. ആൻഡ് ഡ്രൈയിങ് ഔട്ട് പ്ലേസസ് ഫ്രീക്വന്റ് ബൈ ദ വെൽത്തി ബിക്കോസ് ദേ വേർ യങ്ങർ ആൻഡ് പ്രസന്റബിൾ. They bought little hats with the flowers on them and wore little black dresses and apparel on these occasions. അതായത് മാർട്ടിയമ്മും അവളും കൂടി നാൻസിയും കൂടി ഈ പറയുന്ന ആശുപത്രിയിൽ ഡ്രൈയിങ് ആവാനായിട്ട്, അതായത് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പോകാൻ തുടങ്ങി. അവർ വളരെയധികം പ്രസന്റബിൾ ആയിട്ടുള്ള, നന്നായിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള, അതായത് പൂക്കൾ നിറഞ്ഞ തൊപ്പികളൊക്കെ വെച്ചിട്ട് കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് നല്ല രീതിയിലാണ് ഒക്കേഷനുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. വൺസ് എ വെന്റ് ടു അപ്പാർട്ട്മെന്റ് ഓഫ് എ celebrated actress and she told them such a wonderful story they forgot why they were there. We didn't have the nerve to tell her that she was a drunk. Later she did get sober, Nancy said years later. അപ്പോൾ പല ഈ ആക്ട്രസിന്റെ ഒക്കെ സെലിബ്രേഷനിലൊക്കെ അവൾ പോയി പങ്കെടുത്തിട്ടുണ്ട്. അവളെന്താണ് അവിടെ എന്ന് പറയുമ്പോൾ അവളൊരു കുടിയത്തിയായിരുന്നു എന്ന് പറയാൻ അവൾക്ക് മടിയായിരുന്നു. അവൾ പിന്നീട് സുബോധാവസ്ഥയിലെത്തിയപ്പോൾ അവൾ പിന്നീട് പറഞ്ഞു ഇതിപ്പോ എന്നെ ഭയപ്പെടുത്തിയിരുന്നു. She didn't like to work with the families in the beginning. I was made at the families. I wouldn't talk to anybody but the alcoholic. അതായത് അവൾക്ക് കുടുംബത്തിന് വേണ്ടിയിട്ടല്ല ഒരു ജോലിയും ചെയ്തിരുന്നത്, കാരണം ഫാമിലിയിൽ അവള് ഭയങ്കര കുടിയെത്തിയാന്ന് പറഞ്ഞിരുന്നു. I was so eager to give that I had. She said, I went right from the first step to the last step. For me, it was just wonderful. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പടി മുതൽ അവസാനത്തെ പടി വരെ കൃത്യമായി കടന്നുപോയി. I got in with people and I cared for somebody. എന്നെ ശ്രദ്ധിക്കുന്ന കുറെ ആളുകളുമായിട്ട് ഞാൻ കൂടിച്ചേർന്നു. You see, I had never cared for anybody, not even myself. When you care for somebody, you begin to heal yourself. You don't even know it. അതായത് മറ്റുള്ളവരാൽ ഞാൻ സുരക്ഷിതയായി സംരക്ഷിക്കപ്പെട്ടു. നിങ്ങൾ മറ്റുള്ളവരെ സംരക്ഷിക്കുമ്പോൾ നിങ്ങൾ സുഖപ്പെടുന്നു. നിങ്ങൾക്ക് പോലും അറിയാതെ നിങ്ങൾ സുഖപ്പെടും. നാൻസി സെഡ് എവരിവൺ ഇൻ AA, ആൽക്കോളിക്സ് അനോണിമസിലെ എല്ലാ അംഗങ്ങളോടും നാൻസി പറയും, knew each other in those days because they were all in one club house. കാരണം അവര് ഒരു ക്ലബ് ഹൗസിൽ പോയിക്കൊണ്ടിരുന്ന അംഗങ്ങളായിരുന്നു. അവരെല്ലാവരോടും പരസ്പരം സംസാരിച്ചിരുന്നു. She often went to Dr. Silkworth for advice. പലപ്പോഴും അവൾ ഡോക്ടർ സിൽക്വർത്തിന്റെ അടുത്ത് പോയി ഉപദേശങ്ങൾ സ്വീകരിച്ചിരുന്നു. If we were in trouble, we had go to Dr. Silkworth.
എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായും ഡോക്ടർ സിൽക്കോടത്തിന്റെ അടുത്ത് പോകണം. ഇഫ് യു ആർ ഇൻ എ സിറ്റുവേഷൻ ആൻഡ് വി ഡിഡ് നോ ഹൗ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്, വേഴ്സ് അഫ്രൈഡ് വി മൈറ്റ് ഗെറ്റ് ഡ്രങ്ക്, വി കുഡ് ടോക്ക് ടു ഓവർ വിത്ത് ഹിം. അതായത് നമുക്ക് എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്കറിയില്ല, നമ്മൾ ചിലപ്പോൾ കുടിച്ചു പോകും, ഭയം കൊണ്ട് കുടിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ അവന്റെ അടുത്ത് പോയി കാര്യം പറയണം. ഹി വാസ് എ വെരി സിമ്പിൾ, അവൻ വളരെ എളിമയുള്ള ആളാണ്, വണ്ടർഫുൾ മാൻ, അത്ഭുതകരമായ മനുഷ്യനാണ്. ഹി സെഡ് ടു മീ വൺസ്, അയാൾ സിൽക്കോടത്ത് എന്നോട് ഒരു ദിവസം പറഞ്ഞു, ദാറ്റ് ഡേ ദാറ്റ് യു ക്യാൻ സിറ്റ് ഡൗൺ ആൻഡ് ജസ്റ്റ് ബി ഹോണസ്റ്റ് വിത്ത് യുവർ സെൽഫ് ഇൻ ദിസ് സിറ്റുവേഷൻ, യു വിൽ നോ വാട്ട് ടു ഡു. അതായത് നീ വെറുതെ ഇരുന്നു കൊണ്ട് സത്യസന്ധമായി ഈ സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുമ്പോൾ നീ തീർച്ചയായും മനസ്സിലാക്കും നീ എന്താണ് ചെയ്യേണ്ടത്. ദാറ്റ് വാസ് ദ കൈൻഡ് ഓഫ് എ മാൻ ഹി വാസ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. നാൻസി വെൻ ടു ദി ക്ലബ് ഹൗസ് എവരി ഡേ. എല്ലാ ദിവസവും അവൾ ക്ലബ് ഹൗസിൽ പോകുമായിരുന്നു. ഫ്രം 11 o'clock ഇൻ ദ മോർണിംഗ്, 11 മണിക്ക് രാവിലെ. വെൻ ദേ ഓപ്പൺ അൻഡിൽ ദേ ക്ലോസ്ഡ് അറ്റ് നൈറ്റ്. അതായത് 11 മണിക്ക് രാവിലെ പോകും, അത് അടയ്ക്കുന്നത് വരെ അവിടെ ഉണ്ടാകും. ഇറ്റ് വാസ് ദ ഓൺലി പ്ലേസ് ഷീ ഫെൽറ്റ് സേഫ്. ആ ഒരു സ്ഥലം മാത്രമാണ് അവൾക്ക് സുരക്ഷിതമെന്ന് തോന്നിയിരുന്നത്. ഫോർ ദ ഫസ്റ്റ് 5 years, ആദ്യത്തെ 5 വർഷം, ഷീ ഡിഡ് സംതിങ് ബട്ട് ഗോ ടു എ. അവള് തുടർച്ചയായി ആൽക്കഹോളിക് അനോണിമസിൽ പോയിക്കൊണ്ടിരുന്നു. ഷീ ഡിഡിൻ നോ വാട്ട് എൽസ് ടു ഡു. മറ്റെന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഫോർ 15 years, ഷീ അറ്റൻഡ് എ വുമൻസ് മീറ്റിംഗ് ദാറ്റ് മാർട്ടിയം സ്റ്റാർട്ടഡ് ഇൻ ദ ഹോം ഓഫ് എ വുമൺ ഹൗസ് ഹസ്ബൻഡ് വാസ് ആൻ ആൽക്കഹോളിക്. അതായത് ഒരു 15 വർഷത്തോളം അവള് ഈ സ്ത്രീകൾക്ക് മാത്രമുള്ള മീറ്റിംഗ് മാർട്ടിയം സ്റ്റാർട്ട് ചെയ്തതാണ്. അതൊരു ഒരു സ്ത്രീയുടെ വീട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സ്ത്രീയുടെ ഹസ്ബൻഡ് ആൽക്കഹോളിക് ആയിരുന്നു. അവിടെയാണ്. ഇറ്റ് വാസ് ഓൺ 58th സ്ട്രീറ്റ് ഇൻ മിഡ് ടൗൺ മാൻഹട്ടൻ. 58ാമത്തെ സ്ട്രീറ്റില് മിഡ് ടൗണില് മാൻഹട്ടനിലായിരുന്നു മീറ്റിംഗ്. അവിടെ അവൾ 15 വർഷം പോയിക്കൊണ്ടിരുന്നു. മാർട്ടി വാണ്ടഡ് ടു ഹയർ ഹെർ ആസ് എ സ്പീക്കർ ഫോർ ദ നാഷണൽ കൗൺസിൽ ഓൺ ആൽക്കഹോളിസം ബട്ട് ഷീ ഡിക്ലൈൻഡ്. മാർട്ടി ഒരിക്കലും അവളോട് പറഞ്ഞു, നീ നാഷണൽ കൗൺസിൽ ഓൺ ആൽക്കഹോളിസം, മാർട്ടി എമ്മിന്റെ നമുക്കറിയാം, അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനം സ്ഥാപിച്ചത് നമ്മുടെ മാർട്ടിയമ്മ ആണ്. അവിടെ പ്രസംഗിക്കാനായിട്ട് വിളിച്ചെങ്കിലും അവൾ ഡിക്ലൈൻ ചെയ്തു. ആ കാലത്ത് നമ്മുടെ അനോണിമിറ്റി ബ്രേക്കിന് ഭയങ്കര പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ആയിരിക്കാം മാർട്ടിയം പരസ്യമായി ഇത് ചെയ്യാൻ തയ്യാറായി. പക്ഷെ മറ്റുള്ള അംഗങ്ങള് മാറി നിന്നു. നാൻസി ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് വാട്ട് പീപ്പിൾ ക്യാൻ അക്കംപ്ലിഷ് ആഫ്റ്റർ ദേ ഗെറ്റ് സോബർ. ഏതായാലും നാൻസി നല്ലൊരു സ്ത്രീയാണ്. എങ്ങനെ ആരെങ്കിലും കുടി നിർത്തി കഴിഞ്ഞാൽ ഇവളോടൊപ്പം കൂട്ടിച്ചേർന്ന് ഇരിക്കാൻ പറ്റിയ ഒരു സ്ത്രീയാണ് അവൾ. ഷി വെന്റ് ടു ഹൈസ്കൂൾ ഇൻ ഹർ 50s. അവൾ ഹൈസ്കൂളിൽ പോയത് 50ാമത്തെ വയസ്സിൽ. ആൻഡ് വെന്റ് ടു കോളേജ് വെൻ ഷി വാസ് 70. അതായത് ഇവിടെയൊക്കെ ഇങ്ങനെ ഇച്ചിരി പ്രായമായാലും നമുക്ക് ഈ സ്കൂളുകളിൽ പോവാം പഠിക്കാൻ. അപ്പൊ അവൾ ഹൈസ്കൂൾ പൂർത്തിയാക്കിയപ്പോഴാണ് 50ാമത്തെ വയസ്സിൽ. അവൾ കോളേജ് പൂർത്തിയാക്കിയപ്പോഴാണ് 70ാമത്തെ വയസ്സിൽ. ഷി സ്റ്റഡിഡ് ബിഹേവിയറൽ സയൻസ്. അതിനുശേഷം അവള് ബിഹേവിയറൽ സയൻസ് പഠിച്ചു. ഷി വെന്റ് ടു കോളേജ് ഫോർ 9.5 years. അവൾ 9.5 വർഷം കോളേജിൽ പോയി. ഷി ഗ്രാജുവേറ്റ് കം ലൂഡ്. അവള് അവിടെ ബിരുദം നേടി. വെൻ ഷി അറൈവ്ഡ് അവൾ വന്നപ്പോൾ ഷി ഡിഡ്ന്റ് ബിലീവ് ഇൻ ഗോഡ്. അവൾ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ആൻഡ് ഡിഡ്ന്റ് വാണ്ട് ടു ഹിയർ എനിത്തിങ് അബൌട്ട് ഇറ്റ്. അതിനെപ്പറ്റി ഒന്നും കേൾക്കാനും താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ഷി ബിഗാൻ സെർച്ചിങ്. പക്ഷെ അവൾ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. ലേറ്റർ ഷി ബിക്കം എ ക്വിക്കർ ആൻഡ് തോട്ട് ഇംഗ്ലീഷ് ടു മൈഗ്രന്റ് വർക്കേഴ്സ്. അവൾ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് മൈഗ്രന്റ് വർക്കേഴ്സിനെ, അതായത് മൈഗ്രന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങി. ഷി നൗ ലീവ്സ് ഇൻ പെൻസിൽവാനിയ. ഇപ്പോൾ പെൻസിൽവാനിയയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ആൻഡ് സ്പോക്ക് അറ്റ് ദ 2000 ഇന്റർനാഷണൽ കൺവെൻഷൻ മിനിസിപ്പോളിസ്. 2000 ആൽക്കഹോളിക് അനോണിമസ് ഇന്റർനാഷണൽ കൺവെൻഷനിൽ മിനിയാപോളിസിൽ വെച്ചിട്ട് അവള് സംസാരിക്കുകയും ചെയ്തു. അവളുടെ കഥയാണ് ദ ഇൻഡിപെൻഡന്റ് ബ്ലോണ്ട്. നമുക്ക് ആ കഥയിലേക്ക് പോവാം. ദ ലേഡി വാസ് ബ്ലോണ്ട്, സെൽഫ് സപ്പോർട്ടിങ് ആൻഡ് സെൽഫ് സഫിഷ്യന്റ്. അവൾ സ്വയം പിന്തുണയോടെ സ്വയം സംതൃപ്തിയായി ജീവിച്ചിരുന്ന ലേഡിയായിരുന്നു. ദെൻ ഷീ ബിഗാൻ സ്ലാമിങ് ഡോർസ്. പിന്നീട് അവള് ഡോറുകൾ കൊട്ടിയടയ്ക്കാൻ തുടങ്ങി. കിക്കിംഗ് ഷൈൻസ്, പലപ്പോഴും പുറത്താക്കപ്പെടുക. ആൻഡ് വാക്കിംഗ് അപ്പ് ഇൻ സൈക്കോപതിക് വാർഡ്, പലപ്പോഴും ആശുപത്രിയിലെ സൈക്കോപതിക് വാർഡുകളിൽ പോകാൻ തുടങ്ങി. അറ്റ് ലാസ്റ്റ് ദ ഡേ കെയിം വെൻ ഓൾ ദിസ് ചേഞ്ച്ഡ്. ഒരു ദിവസം കടന്നു വന്നു, ഇതെല്ലാം മാറി. ഐ ഹാവ് ടെൽഡ് യു ലിറ്റിൽ ഓഫ് ദ വേ ഐ ബിലീവ്ഡ് ബിഫോർ ഐ ഗോട്ട് ഇൻ ടു എ. എനിക്ക് നിങ്ങളോട് ചെറിയൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, എയിൽ എത്തുന്നതിന് മുമ്പുള്ള ഞാൻ ജീവിച്ച വഴികളെ കുറിച്ച്. യു ക്യാൻ സീ വൈ ഐ മേഡ് ദ ചോയ്സ് ദാറ്റ് ഐ ഡിഡ്.
എന്താണ് ഞാൻ അപ്പോഴാണ് ആൽക്കഹോളിക് അനോണിമസ് എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ എന്തിനു ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഐ സ്റ്റാർട്ടഡ് ഡ്രിങ്കിങ് അറ്റ് ദ ഏജ് ഓഫ് 17. ഞാൻ 17-ാമത്തെ വയസ്സിൽ കുടി തുടങ്ങി. ബട്ട് ഐ വാസ് ഇൻ ട്രബിൾ വിത്ത് മൈസെൽഫ് ലോങ് ബിഫോർ ദാറ്റ്. പക്ഷേ ഈ 17-ാമത്തെ വയസ്സിന് മുമ്പേ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഐ നെവർ ഗോട്ട് എലോങ് അറ്റ് ഹോം. ഞാൻ ഒരിക്കലും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നില്ല. ആൻഡ് അറ്റ് ദ ഏജ് ഓഫ് 13, 13-ാമത്തെ വയസ്സിൽ ഐ സ്റ്റെപ്ഡ് ഓഫ് ആൻഡ് ഡിസൈഡഡ് ഐ ഹാഡ് ഗോ ഔട്ട് ഫോർ മൈസെൽഫ്. 13-ാമത്തെ വയസ്സിൽ ഞാൻ പുറത്തു പോവുകയും ഞാൻ തന്നെ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി. ഐ ഡിസൈഡ് ദാറ്റ് നോ വൺ ലവ്ഡ് മീ. ഞാൻ ചിന്തിച്ചു ആരും എന്നെ സ്നേഹിക്കുന്നില്ല. ആൻഡ് ഐ ഡിഡിൻ ലവ് ദം. ഞാനും ആരെയും സ്നേഹിക്കുന്നില്ല. ആൻഡ് ഐ വാസ് ഗോയിങ് ഓഫ് ആൻഡ് മേക്കിംഗ് മൈസെൽഫ് ഇൻഡിപെൻഡന്റ്. അപ്പോൾ ഞാൻ തന്നെ പോയിട്ട് സ്വതന്ത്രയായി നടക്കാൻ പോവുകയാണ്. മൈ ഫാദർ ബ്രോഡ് us up to give no quarter and seek no quarter, and that was just the way I lived. I gave nothing and I took nothing. അപ്പൊ എൻ്റെ ഫാദർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ധാരാളം നോ ക്വാർട്ടർ ആൻഡ് സീക്ക് നോ ക്വാർട്ടർ. അതിൽ പണത്തിന് വേണ്ടി പൈസ ഉണ്ടായിരുന്നില്ല, പൈസയ്ക്ക് വേണ്ടിയുള്ള പരിപാടികളൊന്നും ചെയ്തു. ദാറ്റ് വാസ് ജസ്റ്റ് ദ വേ ഐ ലിവ്ഡ്. അങ്ങനെയാണ് ജീവിച്ചിരുന്നത്. എനിക്കൊന്നും കിട്ടിയില്ല. ആൻഡ് ഐ ടുക്ക് നത്തിങ്. ഞാൻ ഒന്നും എടുത്തില്ല. ഐ സപ്പോസ് ഐ ലിവ്ഡ് മോസ്റ്റ്ലി ഫോർ പ്ലഷർ. ഞാൻ പ്ലഷറിന് വേണ്ടിയാണ് ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ ആഹ്ലാദത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. ഓർ വാട്ട് ഐ നോ ഫോർ പ്ലഷർ. എനിക്കറിയാവുന്നതുപോലെയുള്ള ആനന്ദം. വിച്ച് ടു മീ വാസ് ജസ്റ്റ് ഗോയിങ് ഔട്ട് അറ്റ് നൈറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആനന്ദം എന്താണ്? വെറുതെ രാത്രിയിൽ പുറത്തിറങ്ങി നടക്കുക. ഐ വർക്ക്ഡ് ഓൾ ഡേ. ഞാൻ പല ദിവസങ്ങളിലും പൂർണ്ണമായും ജോലി ചെയ്തു. ആൻഡ് വെന്റ് ഔട്ട് ആൻഡ് സ്റ്റേഡ് ഔട്ട് അറ്റ് നൈറ്റ്. ഞാൻ പുറത്ത് രാത്രികളിൽ മുഴുവൻ സ്റ്റേ ചെയ്തു. ദാറ്റ് വാസ് അബൌട്ട് as much as I knew about life. ഇത് മാത്രമായിരുന്നു എനിക്ക് ജീവിതത്തെ കുറിച്ച് അറിയാവുന്ന കാര്യം. I rebelled against everything. ഞാൻ എല്ലാത്തിനോട് എതിർത്തു. I had ever heard as a child and I lived it as suit myself. അതായത് ഞാൻ എൻ്റെ കുട്ടിക്കാലം ആരും കേട്ടില്ല. ഞാൻ എനിക്കിഷ്ടം ഉള്ളതുപോലെ ജീവിച്ചു. ഐ നെവർ തോട്ട് മച്ച് അബൌട്ട് സെറ്റിലിംഗ് ഡൗൺ. എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പഠിച്ചില്ല. ഐ തോട്ട് എനിവൺ ഹു ഗോട്ട് അണ്ടർ ദ ഡൊമൈൻസ് ഓഫ് അനദർ ഹ്യൂമൻ ബീങ് വാസ് പ്രിറ്റി ഫൂളിഷ്. അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും മറ്റൊരു മനുഷ്യന്റെ കീഴിൽ പോയി ജീവിക്കുന്നത് മണ്ടത്തരമാണെന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് ഐ വാസ് 29, ഐ ഡിഡ് ഗെറ്റ് മാരീഡ്. എന്നാലും 29-ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹം കഴിച്ചു. ഐ വാസ് നെവർ ട്രെയിൻ ടു ലിവ് വിത്ത് എനിവൺ എൽസ്. അതിനു മുമ്പ് ഒരിക്കലും ഞാൻ മറ്റുള്ളവരുടെ കീഴിൽ ജീവിച്ചിട്ടേ ഇല്ല. ആൻഡ് ഐ ടുക്ക് ഓൺ എ പ്രിറ്റി ബിഗ് ജോബ് ഐ വാസ് ഇൻ കാപ്പബിൾ ഓഫ് ഹാൻഡ്ലിങ്. എനിക്ക് ഒരു വലിയ ജോലി കിട്ടി. എനിക്ക് അത് നിയന്ത്രിച്ചു കൊണ്ടു നടക്കാൻ പറ്റില്ലായിരുന്നു. ആഫ്റ്റർ ഐ വാസ് മാരീഡ് ഐ വാസ് ഇൻ മച്ച് മോർ ട്രബിൾ വിത്ത് മൈസെൽഫ് ആൻഡ് ഐ ഡ്രാങ്ക് എ ഗ്രേറ്റ് ഡീൽ മോർ. ഞാൻ വിവാഹത്തിന് ശേഷം ഞാൻ ഐ വാസ് മാരീഡ് ഐ വാസ് ഇൻ മച്ച് മോർ ട്രബിൾ. എനിക്ക് കൂടുതൽ കുഴപ്പങ്ങളുണ്ടായി. വിത്ത് മൈസെൽഫ്. എനിക്ക് തന്നെ കുറെ കുഴപ്പങ്ങളുണ്ടായി. ആൻഡ് ഐ ഡ്രങ്ക് എ ഗ്രേറ്റ് ഡീൽ മോർ. അതുകൊണ്ട് തന്നെ ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു. ബട്ട് നൗ ഐ ഹാഡ് സമ്മൺ ടു ബ്ലെയിം ഇറ്റ് ഓൺ. പക്ഷെ വിവാഹത്തിന് ശേഷം കുടിച്ചു കഴിഞ്ഞപ്പോ അത് കുറ്റപ്പെടുത്താൻ ഒരാൾ കൂടി വന്നിരിക്കുന്നു. ഓൾ മൈ ലൈഫ് ഐ ഹാഡ് ബ്ലെയിംഡ് എവരിതിങ്. എന്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവർ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുള്ളൂ. എവരിതിങ് ദാറ്റ് എവർ ഹാപ്പൻ ടു മീ ഓൺ സമ്മൺ എൽസ്. ഇത് എപ്പോഴും എനിക്ക് ഹാപ്പൻ ചെയ്തിരുന്നു. ആൻഡ് ഐ യൂഷ്വലി കുഡ് ഫൈൻഡ് സമ്മൺ. ഐ ഹാഡ് ബ്ലെയിംഡ് എവരിതിങ്. എല്ലാത്തിനും എന്നെ കുറ്റപ്പെടുത്തലാണ്. ദാറ്റ് എവർ ഹാപ്പൻ ടു മീ ഓൺ സമ്മൺ എൽസ്. ഈ ആരെങ്കിലും എന്നെ എപ്പോഴെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഐ യൂഷ്വലി കുഡ് ഫൈൻഡ് സമ്മൺ. ആ കുറ്റപ്പെടുത്തലിന് വേണ്ടി ഞാൻ പലപ്പോഴും ആരെങ്കിലും കണ്ടുപിടിക്കുകയും ചെയ്യും. നെവർ ഹാഡ് എ ഹസ്ബൻഡ്. ഇപ്പോൾ എനിക്ക് ഒരു ഭർത്താവുണ്ട് എന്നെ കുറ്റപ്പെടുത്തുന്നതിനായി. ഇഫ് ഐ വാസ് ഡ്രിങ്കിങ് വേഴ്സ് നൗ ഇറ്റ് മസ്റ്റ് ബി ഹിസ് ഫോൾട്ട്. അതായത് ഇവൾ ആരെങ്കിലും കുറ്റപ്പെടുത്തും. അതിനെപ്പോഴും അവൾ എപ്പോഴെങ്കിലും ആരെങ്കിലും കുറ്റപ്പെടുത്തും. എന്റെ കുടിക്കുള്ള പ്രശ്നം നീയാണ്, ബ്ലെയിം ചെയ്യാനായിട്ട്, കുറ്റപ്പെടുത്താനായിട്ട്. ഇപ്പൊ എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവനെ കുറ്റപ്പെടുത്തും. എനിക്ക് എന്തെങ്കിലും മോശം സംഭവിച്ചാൽ എപ്പോഴും അവന്റെ കുറ്റം തന്നെയാണ്. വൺ നൈറ്റ്, ഒരു ദിവസം രാത്രി, ഐ വാസ് ഔട്ട് ഡ്രിങ്ക് ബൈ മൈസെൽഫ്. ഞാൻ കുടിക്കുന്നതിനായി പുറത്തേക്ക് പോവുകയാണ്. വിച്ച് ഐ ഡിഡിന്റ് ഡു ആസ് എ റൂൾ. ഞാനതൊരു നിയമം പോലെ ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ അങ്ങനെ നിയമം പോലെ ചെയ്യുന്നതല്ല. ഐ സാറ്റ് ഇൻ എ ബാർ ഡ്രിങ്കിങ് മാർട്ടിനീസ് ഫോർ എ ലോങ് ടൈം. ഞാനൊരു ബാറിൽ ഇരുന്നിട്ട് മാർട്ടിനീസ് എന്ന് പറയുന്ന മദ്യം കഴിച്ചു കുറെ കാലങ്ങൾക്ക് ശേഷം. ആൻഡ് സം വെയർ ഓൺ ദ വേ ഹോം. ഞാൻ വീട്ടിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ ഐ ഫെൽ ഡൗൺ ഇൻ ദ സ്ട്രീറ്റ്. ഞാൻ ആ സ്ട്രീറ്റില്, അങ്ങാടിയില് അല്ലെങ്കിൽ ടൗണില് വീണു.
and a cop came along and picked me up and took me to St. Vincent Hospital. അന്നേരം പോലീസുകാർ വന്ന് എന്നെ എടുത്തുകൊണ്ട് പോയി സെന്റ് വിൻസെന്റ് ഹോസ്പിറ്റലിലാക്കി, അഡ്മിറ്റ് ആക്കി. They pronounced me drunk and disorderly and took me over to Bellevue. അവര് പറഞ്ഞു ഇവള് കുടിയത്തിയാണ്, ഇവള് നിയമം അനുസരിക്കുന്നില്ല, ഇവളെ ബെലൂവ് എന്ന് പറയുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. When I came to the next morning, അടുത്ത ദിവസം രാവിലെ വന്നപ്പോൾ ഐ വാസ് ഇൻ ദ സൈക്കോപ്പതിക് വാർഡ്. ബെലൂവ് ഹോസ്പിറ്റലിലെ സൈക്കോപ്പതിക് വാർഡിലായിരുന്നു ഞാൻ. ദ ഡോക്ടർ ഹു ടെസ്റ്റഡ് മീ, എന്നെ പരിശോധിച്ച ഡോക്ടർ, ആൻഡ് ആസ്ക്ഡ് മീ എ ഫ്യൂ പേഴ്സണൽ ക്വസ്റ്റ്യൻ വാസ് എ സൈക്കാട്രിസ്റ്റ്. ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ ആ ഡോക്ടർ എന്നോട് ചില സ്വകാര്യ വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. I asked him to call up where I worked and tell them I wouldn't be in. ഞാൻ അവനോട് പറഞ്ഞു ഐ വർക്ക് them. ഞാൻ അവനോട് പറഞ്ഞു നീ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒന്ന് വിളിക്കണം, അവരോട് പറയണം ഞാൻ വരില്ലെന്ന്. I thought they had just give me my clothes and let me leave quietly. ഞാൻ വിചാരിച്ചത് അവരെൻ്റെ വസ്ത്രങ്ങളൊക്കെ തിരിച്ചു തന്ന് എന്നെ തിരിച്ചു വിടുമെന്നാണ്. They told me, അവൻ എന്നോട് പറഞ്ഞു, that I was not able to go out on the street alone. നിനക്ക് നീ ഇങ്ങനെ അങ്ങാടിയിലൂടെ ഒറ്റയ്ക്ക് നടക്കാൻ കഴിയില്ല. That I was not a responsible citizen. കാരണം നീ ഉത്തരവാദിത്തമുള്ള ഒരു പൗരനല്ല. They said someone would have to call for me. ആരെങ്കിലും നിന്നെ കാണാനായിട്ട് വരും, ആരോ ഒരാൾ നിന്നെ കാണാനും. To someone as arrogant as I was, നിന്നെ പോലെ തന്നെ പ്രശ്നബാധിതരായ ആളുകൾ. Who had taken care of herself. That was kind of rough. അവര് ഇതുപോലെ തന്നെ ശ്രദ്ധിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തിയവരാണ് നിന്നെ പോലെ തന്നെ. ദാറ്റ് വാസ് കൈൻഡ് ഓഫ് റഫ്. അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ റഫായിരുന്നു, അല്ലെങ്കിൽ കഠിനമായിരുന്നു. ഐ തോട്ട് ഐ വുഡ് നെവർ ഗെറ്റ് ഇൻ സച്ച് എ സിറ്റുവേഷൻ അഗെയിൻ. ഞാൻ അപ്പോൾ വിചാരിച്ചത് ഇങ്ങനെ ഒരു സാഹചര്യം എൻ്റെ ദൈവമേ ഇനി മുന്നിൽ വരുത്തരുത്. ആൻഡ് ഐ തോട്ട് ഐ വാസ് ടു ഗെറ്റ് ഓവർ ഇറ്റ് വുഡ് ബി നോട്ട് ടു ഡ്രിങ്ക്. ഈ സാഹചര്യത്തിൽ കുടിക്കാതെ മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കണം. എന്ന് ഞാൻ വിചാരിച്ചു. ഐ വാസ് സോ നൈവ് ദാറ്റ് ഐ തോട്ട് ദാറ്റ് വുഡ് ബി പോസിബിൾ ബൈ ജസ്റ്റ് വിഷിംഗ് നോട്ട് ടു ഡ്രിങ്ക്. അതായത് ഞാൻ വിചാരിച്ചു വെറുതെ അങ്ങ് ആഗ്രഹിക്കുമ്പോൾ എനിക്ക് കുടിക്കാതിരിക്കാൻ സാധിക്കുമെന്ന്. ഐ ഡിഡ്ന്റ് ടേക്ക് എ ഡ്രിങ്ക് ഫോർ 3 months. 3 മാസത്തോളം ഞാൻ മദ്യം എടുത്തില്ല, അല്ലെങ്കിൽ മദ്യം കുടിച്ചില്ല. ബട്ട് വൺ ന്യൂ ഇയേഴ്സ് ഈവ് എവരിബഡി വാസ് ഡ്രിങ്കിങ്. ഒരു ദിവസം പുതുവത്സരത്തിന്റെ രാത്രിയിൽ എല്ലാവരും കുടിക്കുകയാണ്. ആൻഡ് അബൌട്ട് 22:30 in the morning, 2:30 രാവിലെ വെളുപ്പാങ്കാലത്ത് ഐ സ്റ്റാർട്ടഡ്, ഞാൻ ആരംഭിച്ചു. ഇൻ അബൌട്ട് 1 hour ഐ വാസ് ഡ്രങ്കർ ദാൻ എനിവൺ ദെയർ. 2:30 തുടങ്ങിയ മദ്യം 1 മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ ഇരിക്കുന്ന ആരെക്കാളും വളരെയധികം കുടിച്ച മട്ടിലായി. ഐ കിക്ക്ഡ് സമ്മൺ ഇൻ ദ ഷിൻസ്. ഞാൻ ഒരാളെ ചവിട്ടി. ആൻഡ് സ്ലാംഡ് ദ ഡോർ ഓൺ ഹിസ് ഫിംഗേഴ്സ്. ഞാൻ ഒരാളെ ചവിട്ടി, എന്നിട്ട് ആ ഡോറിന്റെ ഇടയിൽ അവന്റെ വിരൽ വെച്ചപ്പോൾ ഞാൻ ആ ഡോറ് വലിച്ചടച്ചു. ഐ ന്യൂ ഐ ഷുഡന്റ് ബി ഡ്രിങ്കിങ് ആൻഡ് ഐ വാസ് സ്കേർഡ് ടു ഡെത്ത്. ഞാൻ കുടിക്കരുത് എനിക്കറിയാം, പക്ഷെ കുടിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്ന ഭയപ്പെട്ടു. ഐ വാസ് ഇൻ റിയൽ ട്രബിൾ. ഞാൻ യഥാർത്ഥത്തിൽ പ്രശ്നത്തിലാണ്. ഐ ഡിഡ്ന്റ് നോ വൈ ഐ വാസ് ഡ്രിങ്കിങ്. എനിക്കിപ്പോഴും അറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്. ആൻഡ് ഐ ഡിഡ്ന്റ് നോ വൈ മൈ ബിഹേവിയർ ആൻഡ് ചേഞ്ച്ഡ് സോ. എനിക്കറിയില്ല കുടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ സ്വഭാവം മാറിപ്പോകുന്നത്. ഐ തോട്ട് ഇഫ് ഐ ലെഫ്റ്റ് മൈ ഹസ്ബൻഡ് തിങ്സ് വുഡ് ബി ഡിഫറെന്റ്. ഞാൻ വിചാരിച്ചു എൻ്റെ ഭർത്താവിനെ പിരിഞ്ഞു പോയാൽ കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യത്യസ്തമായി ശരിയാവുമെന്ന്. ഐ തോട്ട് ഐ വുഡ് ബി ഡിഫറെന്റ് ഇഫ് ഐ കുഡ് ലീവ് ബൈ മൈസെൽഫ് അഗെയിൻ. ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചാൽ ഒരു പക്ഷെ കാര്യങ്ങളൊക്കെ വീണ്ടും ശരിയാവുമെന്ന്. വിച്ച് ഐ ഡിഡ്. ഞാൻ അങ്ങനെ ചെയ്തു. ആൻഡ് പ്രൊസീഡ് ടു ഡ്രിങ്ക് വേഴ്സ് ദാൻ എവർ ബിഫോർ. പക്ഷേ കുടി തുടങ്ങിയപ്പോൾ മുമ്പിലത്തെക്കാളും മോശത്തിലായി. ദെൻ ഐ ഡിസൈഡ് ദാറ്റ് ഐ വാസ് ഇൻ ട്രബിൾ ബിക്കോസ് ഐ വാസ് ലിവിങ് ഇൻ ന്യൂയോർക്ക്. പിന്നീട് ഞാൻ തീരുമാനിച്ചു ദാറ്റ് ഐ വാസ് ഇൻ ട്രബിൾ. ഞാൻ ഇപ്പോഴും കുഴപ്പമില്ല. ബിക്കോസ് ഐ വാസ് ലിവിങ് ഇൻ ന്യൂയോർക്ക്. ഞാൻ ന്യൂയോർക്കിലാണ് താമസിക്കുന്നത്. ആൻഡ് എവരി വൺ ന്യൂ മീ. എല്ലാവർക്കും എന്നെ അറിയാം. ആൻഡ് ഐ യൂസ് ടു ഡ്രിങ്ക് ടു മച്ച് വിത്ത് പീപ്പിൾ. അവിടെയുള്ള ആളുകളുമായി കൂടുതൽ കുടിച്ചിട്ടുണ്ട്. ആൻഡ് മേ ബി ഐ ഡിഡ്ന്റ് നോ ദ റൈറ്റ് പീപ്പിൾ. ചിലപ്പോൾ യഥാർത്ഥ ആളുകളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ടാകില്ല. അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ കുടിക്കുന്നത്. സോ ഐ മൂവ്ഡ് അവേ. അതുകൊണ്ട് ഞാൻ ദൂര സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഐ നെവർ തോട്ട് അബൌട്ട് ചേഞ്ചിങ് മൈസെൽഫ്.
ഞാൻ ഒരിക്കലും എന്നെ വ്യത്യസ്തപ്പെടുത്താനായിട്ട് എന്നെ മാറ്റാൻ നോക്കിയില്ല. ഐ ഓൾവേസ് തോട്ട് അബൌട്ട് ചേഞ്ചിങ് പീപ്പിൾ. മറ്റുള്ള ആളുകളെ മാറ്റാനാണ് ഞാൻ ശ്രമിച്ചത്, ഓർ ചേഞ്ചിങ് പ്ലേസസ്, അല്ലെങ്കിൽ സ്ഥലം മാറി നടക്കാനാണ് ഞാൻ നോക്കിയത്. ഐ വെൻ ഡൗൺ ടു വെർജീനിയ. ഞാൻ അങ്ങനെ വെർജീനിയയിൽ എത്തിച്ചേർന്നു. ഓഫ് ഓൾ പ്ലേസസ് ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്. അതാണ് ഉം, നല്ലൊരു സ്ഥലം കുടി നിർത്താനായിട്ട്. ഐ വാസ് ഡൗൺ ദയർ 1 month. ഞാൻ അവിടെ 1 മാസം നിന്നു. വെൻ ഐ ബംപ്ഡ് ഇൻ ടു എ ഫെലോ. ഞാനൊരു ആളെ കണ്ടുമുട്ടി. ഐ ന്യൂ ഫ്രം ഗ്രീൻവിച്ച് വില്ലേജ്. അയാളെ എനിക്ക് ഗ്രീൻവിച്ച് വില്ലേജിൽ വെച്ച് അറിയാം. ഹു വാസ് ഓൺ ദ സെയിം ആർമി പോസ്റ്റ്. അദ്ദേഹം ആർമി പോസ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. വി വെയർ ഗ്ലാഡ് ടു സീ ഈച്ച് അതർ. ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾ സന്തോഷവാന്മാരായി. ആൻഡ് ഹി ഇൻവൈറ്റ് മീ ഔട്ട്. അവൻ എന്നെ പുറത്തു പോകാനായിട്ട് വിളിച്ചു. ആൻഡ് ഐ സെഡ്, ഞാൻ പറഞ്ഞു, ഓ ഐ കാൺ ഗോ ഔട്ട്, ഐ ഡോണ്ട് ഡ്രിങ്ക് എനിമോർ. എനിക്ക് പോകാൻ കഴിയില്ല, ഞാൻ കുടിക്കുകയില്ല. ഐ റിയലി തോട്ട് ഇഫ് യു ഡിഡിൻ ഡ്രിങ്ക് യു കുഡിൻ ഗോ ഔട്ട്. ആൻഡ് ഹി സെഡ്, ഇഫ് യു, ഞാൻ ശരിക്കും വിചാരിക്കുന്നത് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റൂലെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോകാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആൻഡ് അയാൾ പറഞ്ഞു, ഓ ദാറ്റ്സ് ഓൾ റൈറ്റ്, അത് കുഴപ്പമില്ല. കമോൺ ഓവർ ടു ദ ക്ലബ് ആൻഡ് ഹാവ് എ ഫ്യൂ ബിയേഴ്സ്. ക്ലബിലേക്ക് വരുവാണ്ട് കുറച്ച് ബിയർ കുടിക്കാം. ആൻഡ് ഐ സെഡ്, വെൽ ദാറ്റ് ഐ ക്യാൻ ഡു. ശരി, ഞാൻ അത് ചെയ്യാം. കുറച്ച് ബിയർ കുടിക്കാമെന്ന് ക്ലബ് ഹൗസിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വെൽ ദാറ്റ് ഐ ക്യാൻ, അതെനിക്ക് ചെയ്യാൻ പറ്റും. എബൌട്ട് മിഡ് നൈറ്റ് ദാറ്റ് നൈറ്റ്, മിഡ് നൈറ്റിന്റെ ഏകദേശം അർദ്ധരാത്രി ആയപ്പോൾ ആ രാത്രി, വെൻ ദേ വെന്റഡ് ടു ക്ലോസ് അപ്പ് ദ ക്ലബ്, അവര് ക്ലബ്ബ് അടയ്ക്കാൻ പോവാണ്. ദേ അനൗൺസ്ഡ് ദാറ്റ് ഇഫ് എനിബഡി വാസ് മിസ്സിംഗ് ഹിസ് കമ്പാനിയൻ ഷി വാസ് ഇൻ ദ ലേഡീസ് റൂം. ആർക്കെങ്കിലും നിങ്ങളുടെ കമ്പാനിയനെ അല്ലെങ്കിൽ കൂട്ടുകാരിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അവൾ അവിടെ ലേഡീസ് റൂമിൽ ഉണ്ട്, പാസ്ഡ് ഔട്ട്, അവൾ അബോധാവസ്ഥയിൽ കിടക്കുവാണ്. ദാറ്റ് വാസ് മീ. അത് ഞാനായിരുന്നു. ഇൻ മൈ ബ്രാൻഡ് ന്യൂ എൻവയോൺമെന്റ്. അതെ, എന്റെ പുതിയ അന്തരീക്ഷത്തിൽ, വിത്ത് ദ റൈറ്റ് പീപ്പിൾ. അതെ, ശരിയായ ആളുകളുമായി ചേർന്ന് ഞാൻ അവിടെ ലേഡീസ് റൂമിൽ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. സോ ഐ ലെഫ്റ്റ് ദെയർ ആൻഡ് വെൻ ടു അനദർ ആർമി പോസ്റ്റ്. ഞാൻ വീണ്ടും അവിടെ ഉപേക്ഷിച്ച് വേറെ ഒരു ആർമി പോസ്റ്റിലേക്ക് പോയി. വേർ സം റെഡ് ക്രോസ് വർക്കേഴ്സ് ടുക്ക് മീ ഔട്ട് ഓൺ എ ഡേറ്റ് വിത്ത് സം ബ്രിട്ടീഷ് ഓഫീസർ. അവിടെ വെച്ചിട്ട് റെഡ് ക്രോസിൽ വർക്ക് ചെയ്യുന്ന കുറെ ആളുകൾ ബ്രിട്ടീഷ് ഓഫീസർമാരുമായിട്ടുള്ള ഒരു പരിപാടിക്ക് എന്നെ കൊണ്ടുപോയി. ഐ ഗോട്ട് ഡ്രങ്ക് വിത്ത് ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. അങ്ങനെ ഞാനും ബ്രിട്ടീഷ് ഓഫീസേഴ്സുമായി ചേർന്ന് കുടിക്കാൻ തുടങ്ങി, കുടിയെത്തിയായി. ആൻഡ് ഐ ഡോണ്ട് നീഡ് ടു ടെൽ യു വാട്ട് ഐ ടോൾഡ് ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്, ഐ ബീയിങ് ഐറിഷ്. അതായത് ഞാൻ എന്താണ് ബ്രിട്ടീഷ് ഓഫീസേഴ്സിനോട് പറഞ്ഞത് എന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. ഞാൻ അന്നേരം ഐറിഷുകാരിയായി മാറി. കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഐറിഷ് രീതിയിൽ സംസാരിച്ചു. ഐ ലെഫ്റ്റ് ദ നെക്സ്റ്റ് ഡേ. ഞാൻ അവിടെ നിന്ന് അടുത്ത ദിവസം പോയി ടെല്ലിങ് മൈ ബോസ്. ഞാൻ എൻ്റെ ബോസിനോട് പറഞ്ഞു ദാറ്റ് ഐ നീഡഡ് എ വെരി സീരിയസ് ഓപ്പറേഷൻ. എനിക്കൊരു അർജന്റ് ആയിട്ട് നല്ല ഗൗരവമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്താനുണ്ട്. ആൻഡ് ഹി അഗ്രീഡ് വിത്ത് മീ. അവൻ എന്നോട് സമ്മതിച്ചു. ഐ നെവർ ഹാഡ് ദ കവറേജ് ടു വെയിറ്റ് ടു ബി ഫയർഡ്. കാരണം എനിക്ക് എൻ്റെ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരാനായിട്ട് എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഐ ലെഫ്റ്റ് എവറി പ്ലേസ് ഐ ഹാഡ് എവർ ബീൻ. അങ്ങനെയാണ് എനിക്ക് ജോലിയുള്ള എല്ലാ സ്ഥലത്തു നിന്നും ഞാൻ പുറത്തുപോയി. ഐ റൺ അവേ ഫ്രം ലൈഫ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും പുറത്തുപോയി. ഐ നെവർ ന്യൂ മൈസെൽഫ് ആൻഡിൽ ഗോട്ട് ഇൻ ടു എ. എനിക്കറിയില്ല, ഐ നെവർ ന്യൂ, എനിക്കൊന്നും മനസ്സിലായില്ല, മൈസെൽഫ്, എന്നെ തന്നെ, അൻഡിൽ ഐ ഗോട്ട് ഇൻ ടു എ, ഞാൻ ആൽക്കോളിസ് അനോണിമസിൽ എത്തുന്നത് വരെ. ഐ ഹാഡ് ഹിയർഡ് അബൌട്ട് എ. ഞാൻ ആൽക്കോളിസ് അനോണിമസിനെ പറ്റി കേട്ടിട്ടുണ്ട്. അബൌട്ട് എ ഇയർ, 1 വർഷം മുമ്പ്. ബിഫോർ ഐ കെയിം ഇൻ. ഞാൻ എയിൽ എത്തുന്നതിന് 1 വർഷം മുമ്പ് ഞാൻ എയെ പറ്റി കേട്ടിട്ടുണ്ട്. ബട്ട് ഐ തോട്ട് ഇറ്റ് വാസ് സം ഓർഗനൈസേഷൻ ദാറ്റ് ഹെൽപ്ഡ് യു ഔട്ട് ഫിനാൻഷ്യലി. ഞാൻ വിചാരിച്ചത് ആ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഐ വാസ് ഓൾവേസ് ടു ഇൻഡിപെൻഡന്റ് ഫോർ ദാറ്റ്. ഞാൻ എപ്പോഴും അത് ആശ്രയിച്ചിരുന്ന ഒരാളാണ്. ബട്ട് ഓൺ ജൂൺ 1, 1945, 1945 ജൂൺ 1 ഐ ഹാഡ് ലോസ്റ്റ് ഓൾ ദാറ്റ് കൈൻഡ് ഓഫ് ഇൻഡിപെൻഡൻസ്. എനിക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു. ഐ ഹാഡ് ബീൻ ഡ്രങ്ക് ഫോർ 9 days. ഞാൻ വീണ്ടും 9 ദിവസം കുടിച്ചുകൊണ്ടേയിരുന്നു. സിക്ക് ആൻഡ് അലോൺ ആൻഡ് ഡെസ്പറേറ്റ്. അസുഖക്കാരിയായി, ഏകാഗിയായി, നിരാശയായി കുടിച്ചുകൊണ്ടിരുന്നു. They didn't have to tell me that alcoholism was a sickness. അവരെന്നോട് പറയേണ്ടതില്ല മദ്യാസക്തി ഒരു അസുഖമാണെന്ന്. വെൻ യു ടേക്ക് എ ബോട്ടിൽ, നിങ്ങൾ ഒരു കുപ്പി എടുക്കുമ്പോൾ, ആൻഡ് ലോക്ക് ദ ഡോർ, നിങ്ങൾ ഡോർ അടയ്ക്കുമ്പോൾ, ആൻഡ് ഗോ ഇൻ ബൈ യുവർ സെൽഫ്, നിങ്ങൾ തന്നെ അതിലൂടെ കടന്നു പോകുന്നത്, ദാറ്റ് ഈസ് ഡെത്ത്. അതിന്റെ പേര് മരണം എന്നാണ്. അതാണ് മരണം. ദിസ് ഡേ ഐ ഡിസൈഡ് ടു ഗിവ് അപ്പ്. ഈ ദിവസം ഞാൻ കുടി നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്.
ഐ ഡോണ്ട് നോ വൈ യു ഗിവ് അപ്പ് വൺ ഡേ ആൻഡ് നോട്ട് അനദർ. എന്തുകൊണ്ടാണ് ഒരു ദിവസം അങ്ങനെ ഓരോ ദിവസം തോറും ഇത് കൂടി നിർത്തേണ്ടത്? ഐ ഹാവ് നെവർ ബീൻ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എനിക്ക് ഒരിക്കലും ആ ഒരു കാര്യം മനസ്സിലായില്ല. ഐ ഹാഡ് സഫേർഡ് ഓൺ ഡ്രങ്ക്സ് ബിഫോർ. ഞാൻ പലപ്പോഴും കുടിയെത്തിയായിട്ട് പല പല സഹനങ്ങളും സഹിച്ചിട്ടുണ്ട്. ബട്ട് ആസ് ദേ എക്സ്പ്ലെയിൻഡ് ടു മീ ഇൻ എ, അവരെന്നെ ആൽക്കോളിസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു തന്നത് ദാറ്റ് പർട്ടിക്കുലർ ഡേ ഐ ഹിറ്റ് ബോട്ടം. അതായത് ഞാൻ എൻ്റെ അടിത്തട്ടിൽ എത്തിയിരിക്കുന്ന ആ ദിവസത്തെ കുറിച്ച് പറഞ്ഞു തന്നപ്പോൾ ഐ ഡിസൈഡ് ടു കോൾ അപ്പ് എ, ഞാൻ ആൽക്കോളിസ് അനോണിമസിലേക്ക് വിളിക്കാൻ തയ്യാറായി. ബട്ട് ഐ ഡിഡിൻ നോ ദാറ്റ് ദ ക്ലബ് ഹൗസ് ഡിഡിൻ ഓപ്പൺ അൻറ്റിൽ നോൺ. എനിക്കറിയില്ലായിരുന്നു ക്ലബ് ഹൗസ് 12 മണി കഴിഞ്ഞാൽ നൂണിൽ 12 മണിക്ക് ശേഷമാണ്, അല്ലെങ്കിൽ 11 മണിക്ക് ശേഷമാണ് തുറക്കുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു. സോ ഐ കെപ്റ്റ് ഡ്രിങ്കിങ് ആൻഡ് കോളിംഗ് അപ്പ്. ഞാൻ കുടിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടേയിരുന്നു. ആൻഡ് ഡ്രിങ്കിങ് ആൻഡ് കോളിംഗ് അപ്പ്. പിന്നെ കുടിച്ചു കഴിഞ്ഞ് വിളിക്കും, വിളിച്ചു കഴിഞ്ഞ് കുടിക്കും, അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഫൈനലി അവസാനം, അതായത് ക്ലബ് ഹൗസിലേക്ക് വിളിക്കുമ്പോൾ ക്ലബ് ഹൗസ് ഓപ്പൺ ചെയ്യുന്നത് നൂണായിരുന്നു. പക്ഷെ ആ നൂൺ വരെ കുടിക്കുകയും വിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം ദ ഗേൾ ആസ്ക്ഡ് മീ ഇഫ് ഐ കുഡ് വാക്ക്. എന്നോട് ഞാൻ കുടിച്ചപ്പോൾ വിളിച്ചപ്പോൾ ഫൈനലി ഐ ഗോട്ട് സമ്മൺ ഓൺ ദ ടെലിഫോൺ. അങ്ങനെ അവസാനം ആരോ ഫോൺ എടുത്തു. ആൻഡ് ഐ ടോൾഡ് ഹെർ ഐ വാസ് ഇൻ ട്രബിൾ. ഞാനിപ്പോൾ കുഴപ്പത്തിലാണ് ഞാൻ അവളോട് പറഞ്ഞു. ആൻഡ് ആസ്ക്ഡ് വാട്ട് ഐ ഷുഡ് ഡു. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ദ ഗേൾ ആസ്ക്ഡ് മീ. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഇഫ് ഐ കുഡ് വാക്ക്, നിനക്ക് നടക്കാൻ പറ്റുമോ? ആൻഡ് ഐ സെഡ് ടു മൈസെൽഫ്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, മൈ ഗോഡ് ഹൗ അണ്ടർസ്റ്റാൻഡിങ്. എന്റെ ദൈവമേ, എന്നെ എത്ര കൃത്യമായി അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. സംബഡി ഹു നോസ് ദാറ്റ് യു കുഡിൻ വാക്ക്. ആരോ മനസ്സിലാക്കിയിരിക്കുന്നു എനിക്ക് നടക്കാൻ പോലും കഴിയില്ലെന്ന്. ആൻഡ് വൈ യു കുഡിൻ വാക്ക്, എന്തുകൊണ്ട് എനിക്ക് നടക്കാൻ കഴിയില്ലെന്നും മനസ്സിലാക്കിയിരിക്കുന്നു. ഐ സെഡ് ടു ഹെർ, ഞാൻ അവളോട് പറഞ്ഞു, ഐ ഡോണ്ട് നോ, ഐ ഹാവൻ ട്രൈഡ്. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ നടന്നു നോക്കിയില്ല. ഷീ സെഡ്, അവൾ പറഞ്ഞു. വെൽ, കൊള്ളാം. ദ ഓൺലി റീസൺ ഐ ആസ്ക് ഈസ്, ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചോദിച്ചതെന്ന് വെച്ചാൽ, ഇഫ് യു കാൺ വെൽ കം ഓവർ ടു യു, നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം, അതിനു വേണ്ടിയിട്ടാണ്. ആൻഡ് ഐ റേഡ് അപ്പ് ആൻ ഓൾ മൈ അറഗൻസ് ആൻഡ് ഐ സെഡ്, ഞാൻ എല്ലാ തരത്തിലുള്ള അറഗൻസ് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു, യു വിൽ നെവർ കം ടു മീ, നിങ്ങൾ എങ്ങോട്ട് വരേണ്ടതില്ല. ബട്ട് ഐ വിൽ ഗോ ടു യു, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നോളാം. ഇറ്റ് ടുക്ക് മീ അൻറ്റിൽ 4 o'clock ദാറ്റ് ഡേ ടു ഗെറ്റ് ദെയർ. ആ ദിവസം 4 മണി വരെ എടുത്തു എനിക്ക് അവിടെ ഒന്ന് എത്തിച്ചേരാനായിട്ട്. ഐ നെവർ ഷാൽ ഫൊർഗോട്ട് ഹൗ കംഫർട്ടഡ് ഐ ഫെൽറ്റ് ദാറ്റ് there was a building. എനിക്ക് ഇപ്പോഴും നിങ്ങളോട് പറയാൻ കഴിയില്ല ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ എത്രമാത്രം കംഫർട്ടായി എന്നുള്ളത്. ആ കെട്ടിടം, there was a place, അതൊരു സ്ഥലമാണ്. there were people, അവിടെ ആളുകളുണ്ട്, who were interested in what was wrong with me. എനിക്ക് എന്താണ് കുഴപ്പമെന്ന് മനസ്സിലാക്കുന്ന താല്പര്യമുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. I walked in that door and the girl asked me my name. ഞാൻ ആ ഡോർ വഴി അങ്ങ് കടന്നു നിന്നപ്പോ അവിടെയുള്ള ആ പെൺകുട്ടി എന്റെ പേര് വിളിച്ചു. എന്റെ സെറ്റ് ഇങ്ങനെ പറഞ്ഞു, ഐ ഹാഡ് റാദർ നോട്ട് ഗിവ് യു മൈ നെയിം, ഷീ സെഡ്. ഞാൻ നിന്റെ ആ പേര് വിളിച്ചു. അപ്പൊ ഞാൻ നിന്നോട് പേര് പറഞ്ഞില്ലല്ലോ, പിന്നോട് പേര് പറഞ്ഞില്ലല്ലോ. ഷീ സെഡ്, അവൾ പറഞ്ഞു, വി ഡോണ്ട് കെയർ ഓഫ് യു ഹാവൻ ഗോട്ട് എ നെയിം. നിനക്കൊരു പേരുണ്ടോ ഇല്ല എന്നുള്ളത് വിഷയമല്ല. ജസ്റ്റ് സോ യു ഹാവ് ആൻ ആൽക്കോളിക് പ്രോബ്ലം. അതായത് നിനക്ക് ഒരു കുടിയുടെ പ്രശ്നമുണ്ടോ? വെൽ, കൊള്ളാം. ഐ വാസ് പുട്ട് ടു ഷെയിം. ഞാൻ ലജ്ജാവതിയായി. ആൻഡ് ഐ ടോൾഡ് ഹെർ മൈ നെയിം. ഞാൻ അവളോട് പേര് പറഞ്ഞു. ഷീ അസൈൻഡ് മീ ടു അനദർ ഗേൾ. അവള് മറ്റൊരു പെൺകുട്ടി എന്നെ പരിചയപ്പെടുത്തി. ഹു ടുക്ക് മീ അപ്സ്റ്റേഴ്സ്. അവൾ എന്നെയാണെങ്കിൽ 2ാം നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഐ ലുക്ക്ഡ് ഇൻ ടു ദിസ് ഗേൾസ് ഐസ്. ഇവരുടെ കണ്ണുകളിലേക്ക്, കുട്ടികളുടെ കണ്ണുകളിലേക്ക് ഞാൻ നോക്കി. ആൻഡ് ഐ തോട്ട്, ഞാൻ വിചാരിച്ചു, ഇഫ് ഓൺലി മൈ ഐസ് വുഡ് എവർ ബി ദാറ്റ് ക്ലിയർ അഗെയിൻ. ഈ കണ്ണുകൾ പോലെ എൻ്റെ കണ്ണ് എപ്പോഴെങ്കിലും വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടിരിക്കുമോ? ദെൻ ഐ ഹാർഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് വെലോൺ. ആ ഒരു കാര്യത്തിന് മാത്രം ഞാൻ നന്ദിയുള്ളവനാണ്. ലിറ്റിൽ ഡിഡ് ഐ എവർ തിങ്ക് ദാറ്റ് മെനി മോർ തിങ്സ് വുഡ് ഹാപ്പൻ ടു മീ ദാൻ ക്ലിയർ ഐസ്. അതായത് ആ ഒരു ചെറിയ കാര്യം മാത്രം ആവശ്യപ്പെട്ടു കൊണ്ടുവന്ന എനിക്ക് ധാരാളം കാര്യങ്ങൾ പിന്നീട് ജീവിതത്തിൽ സംഭവിച്ചു. പിന്നെ വ്യക്തമായിട്ടുള്ള കണ്ണുകളും എനിക്ക് ലഭിച്ചു. എന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ടുള്ള ഐസ്. ദ ഫസ്റ്റ് തിങ് ഐ ലേൺഡ് ദാറ്റ് ഡേ, ആദ്യത്തെ കാര്യം ഞാൻ ആ മീറ്റിംഗിൽ നിന്ന് പഠിച്ചത് വാസ് ദാറ്റ് ഇഫ് ഐ നെവർ ടുക്ക് അനദർ ഡ്രിങ്ക്, അതായത് ഞാൻ വീണ്ടും കുടിച്ചില്ലെങ്കിൽ ഐ വുഡ് നെവർ ഹാവ് അനദർ പ്രോബ്ലം വിത്ത് ആൽക്കഹോൾ. ഞാൻ ഇനിയും മറ്റൊരു കുടി എടുത്തില്ലെങ്കിൽ എനിക്ക് മറ്റൊരു പ്രശ്നവും മദ്യവുമായിട്ട് വേണ്ടി വരികയില്ല. ദാറ്റ് വെന്റ് ഓവർ മൈ മൈൻഡ് ലൈക്ക് എ വിക്ടോറിയ റെക്കോർഡ്.
വിക്ടോറിയ റെക്കോർഡ്. അതെന്റെ ചെവി മനസ്സിൽ പതിച്ചു. അത് വിക്ടോറിയ റെക്കോർഡ് പോലെ അത് ഏതൊരു റെക്കോർഡിങ്ങിന് പറയുന്നതാണ്, അതുപോലെ പതിച്ചു. ഐ ഹാഡ് നെവർ തോട്ട് അബൌട്ട് ദ ഫസ്റ്റ് റിംഗ്. പിന്നീട് ഞാൻ എന്റെ ആദ്യത്തെ കുടിയെ പറ്റി ചിന്തിച്ചിട്ടില്ല. ഐ ഹാഡ് സ്കീംഡ് ആൻഡ് സ്റ്റോളൻ റിംഗ്. ഞാൻ എപ്പോഴും കട്ട് കുടിക്കുന്ന ആളായിരുന്നു. ബട്ട് ഇറ്റ് വാസ് നെവർ ദ ഫസ്റ്റ് വൺ. ആൻഡ് ഹിയർ ഐ ഹാഡ് എ വെരി സിമ്പിൾ പ്രോബ്ലം, വൺ റിംഗ്, ആൻഡ് ദാറ്റ്സ് ഓൾ ഐ വാസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഞാനെപ്പോഴും കട്ട് കുടിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഞാനല്ല അങ്ങനെ കട്ട് കുടിച്ചിട്ടുള്ള ആദ്യത്തെ ആൾ. പിന്നെ ഞാൻ ഹിയർ ഹാഡ് എ വെരി സിമ്പിൾ പ്രോബ്ലം, വൺ ഡ്രിങ്ക്. എനിക്കിവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളൂ, ആദ്യത്തെ കുടി. ദാറ്റ്സ് ഓൾ ഐ വാസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. അത് മാത്രമേ എനിക്ക് മനസ്സിലായി മതി. ആദ്യത്തെ കുടിയിൽ നിന്ന് മാറി നിൽക്കുക, അത് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കേണ്ടതുള്ളൂ. അബൌട്ട് 7 o'clock, ഏകദേശം 7 മണിയായപ്പോൾ, someone came over to this girl. ഞാൻ ആരോ ഈ ഗേളിന്റെ അടുത്ത് വന്നു. ആൻഡ് ആസ്ക്ഡ് ഹർ ടു സ്പീക്ക് അറ്റ് എ മീറ്റിംഗ് ഇൻ ബ്രൂക്ലിൻ. അവളെ ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഇന്ന് രാത്രി നീ ബ്രൂക്ലിൻ മീറ്റിംഗിൽ സംസാരിക്കണം. ഐ വാസ് സ്കേർഡ് ദിസ് ഗേൾ വുഡ് ലീവ് മീ. ഞാൻ ഭയപ്പെട്ടു, ഇവൾ സംസാരിക്കാൻ പോകുമ്പോൾ ഈ പെൺകുട്ടി എന്നെ ഒറ്റക്കിട്ടിട്ട് പോകുമോ. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഐ എവർ ഹാഡ് നീഡഡ് സമൺ ആൻഡ് ഐ ന്യൂ ഇറ്റ്. ആ സമയമാണ് ആരെങ്കിലും ഒരാൾ എൻ്റെ ജീവിതത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കിയ നിമിഷം. ഐ ലുക്ക്ഡ് അറ്റ് ഹർ ടു സീ വാട്ട് ഷീ വുഡ് സേ. ഞാൻ അവളെ നോക്കി, എന്താണ് അവൾ പറയുന്നത്. ഷീ ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് സെഡ്. എന്നെ നോക്കിയിട്ട് അവൾ പറഞ്ഞു, വുഡ് യു ലൈക്ക് ടു ഗോ ടു ബ്രുക്ലിൻ. നീ ബ്രുക്ലിനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവിടെ മീറ്റിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ. ഐ ഡോണ്ട് ലൈക്ക് ടു ഗോ ടു ബ്രുക്ലിൻ വെൻ ഐ ആം കോൾഡ് സോബർ. ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ. ബട്ട് ഐ വാണ്ടഡ് ടു സ്റ്റേ സോബർ ആൻഡ് ഐ വെന്റ് ടു ബ്രുക്ലിൻ. എനിക്ക് പോകേണ്ടതില്ല, എനിക്ക് കുടിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ സോബർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രുക്ലിനിലേക്ക് പോയി. ബ്രുക്ലിൻ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ്. ഐ ഡോണ്ട് നോ ഹു സ്പോക്ക് ഫസ്റ്റ്. എനിക്കറിയില്ല ആരാണ് ആദ്യം സംസാരിച്ചത്, ലാസ്റ്റ് ആരാണ് അവസാനം സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. ഓർ വാട്ട്, എന്താണ് അവർ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. ബട്ട് സമൺ ഗോട്ട് അപ്പ് ആൻഡ് സെഡ് ഹി ഹാഡ് ബീൻ ഇൻ ബിലീവ് യു 35 ടൈംസ്. പക്ഷേ ആരാണ് ആദ്യം സംസാരിച്ചതെന്നോ അവസാനം സംസാരിച്ചതെന്നോ എന്താണ് സംസാരിച്ചതെന്ന് ഓർമ്മയില്ല. പക്ഷെ ആരോ ഒരാൾ എണീറ്റ് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അവൻ ബെലൂവില് 35 പ്രാവശ്യം അഡ്മിറ്റ് ആയി എന്ന്. ഐ തോട്ട്, ഓ മൈ ഗോഡ്, ഐ വിൽ ലുക്ക് ലൈക്ക് സെന്റ് സിസിലിയ ഹിയർ. എന്റെ ദൈവമേ, ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു വിശുദ്ധയായ സിസിലിയ പോലെയാണ് ഇവിടെ. ഐ വാസ് സോ ഗ്ലാഡ്. ഞാൻ വലിയ സന്തോഷവതിയായി. ടു ബി ഏബിൾ ടു ടെൽ ദിസ് ഡാർക്ക് സീക്രട്ട്. അങ്ങനെ എൻ്റെ ഇരുട്ടടഞ്ഞ രഹസ്യങ്ങൾ പറയാൻ ഞാൻ തയ്യാറായി. ദാറ്റ് ഐ ഹാഡ് ഫോർ 8 years. ഞാൻ കഴിഞ്ഞ 8 വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത്. ദാറ്റ് ഐ നഡ്ജഡ് എ മെൻ അലോങ് സൈഡ് ഓഫ് മീ ആൻഡ് സെഡ്. ഒരു മനുഷ്യനെ, എൻ്റെ ഭർത്താവിനെ ഞാൻ വലിച്ചിഴച്ചുകൊണ്ട് നടന്നത്. എൻ്റെ ജീവിതത്തിൽ മുഴുവൻ അവനോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എൻ്റെ എല്ലാ ഇരുട്ടടഞ്ഞ സീക്രട്ട് ഞാൻ പറയാൻ തയ്യാറായി. മിസ്റ്റർ, ഡു യു നോ ഐ വാസ് ഇൻ ബിലീവ് യു വൺസ്. ഹലോ, നിങ്ങൾക്കറിയാമോ അല്ലെങ്കിൽ മിസ്റ്റർ, നിങ്ങൾക്കറിയാമോ ഞാനും ആ ആശുപത്രിയിൽ ഒരിക്കൽ അഡ്മിറ്റ് ആയ ആളാണ്. ഹി സെഡ്. അയാൾ പറഞ്ഞു, ഓക്കെ ഗേർലി, യു വിൽ ഗെറ്റ് ദ പ്രോഗ്രാം. ഓക്കെ ഗേൾ, നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് വരൂ. ഐ ഗസ് ദ ഫിഗർഡ് ഐ വാസ് ജസ്റ്റ് അനദർ സൈക്കോ. അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഒരു മാനസിക പ്രശ്നമുള്ള ആളായിട്ട് ഞാൻ ഫിഗേർഡ് ചെയ്തു. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, ഐ സ്റ്റാർട്ട് ബാക്ക് ഫോർ ദ ക്ലബ് ഹൗസ്. ഞാൻ വീണ്ടും ക്ലബ് ഹൗസിലേക്ക് പോകാൻ തയ്യാറായി, അല്ലെങ്കിൽ മീറ്റിംഗിന്റെ സ്ഥലത്തേക്ക് പോകാൻ തയ്യാറായി. ഓൺ മൈ വേ ഓവർ, ഞാൻ പോകുന്ന വഴിക്ക്, ദാറ്റ് തിക്ക് ഹെഡ് ഓഫ് മൈൻ സ്റ്റാർട്ടഡ് സേയിങ് ടു മീ. എൻ്റെ ആ തലയിൽ നിന്ന് എന്നോട് പറയാൻ തുടങ്ങി, ഐ ഡോണ്ട് നോ ദാറ്റ് യു ആർ സച്ച് എ ഡ്രിങ്ക്. എനിക്കറിയില്ല നിങ്ങൾ അത്രമാത്രം കുടിക്കുമെന്ന്. ഐ തിങ്ക് യു ആർ ഫാർ ടു ഡ്രാമാറ്റിക് അബൌട്ട് ദിസ് ഹോൾ തിങ്. നീ നാടകീയത കളിക്കുവാണ് ഈ എല്ലാ കാര്യങ്ങളിലും. വൈ ഡു യു ഹാവ് ടു ഗോ ടു ഓവർ ദർ വിത്ത് ദ ബെഞ്ച് ഓഫ് പീപ്പിൾ. നീ എന്തിനാണ് ആ കൂട്ടത്തിലുള്ള ആളുകളുടെ ഇടയിലേക്ക് പോകുന്നതെന്ന് എന്റെ തലയിലിരുന്ന് ചോദിക്കാൻ തുടങ്ങി. ഐ വാസ് വാക്കിംഗ് അലോങ് എ ബ്യൂവറി സോർട്ട് ഓഫ് സ്ട്രീറ്റ് വിത്ത് മ്യൂസിക് പ്ലേയിങ് ആൻഡ് ദോസ് ഓഫുൾ നിയോൺ ലൈറ്റ്സ് ഓൾ അറൗണ്ട്. ഞാൻ ഇങ്ങനെ ആ ബ്യൂവറി സോർട്ട് ഓഫ് സ്ട്രീറ്റ് ആണ്, അതായത് എല്ലായിടത്തും മദ്യശാലകളുള്ള ആ അങ്ങാടിയിലൂടെ നടന്നു നീങ്ങിയാണ്. സംഗീതം കേൾക്കുക, അവിടെ നിന്നുള്ള സംഗീതം കേൾക്കുന്നുണ്ട്. പലപ്പോഴും നിയോൺ ലൈറ്റുകള് പ്രകാശം അതിന്റെ ഉള്ളിൽ നിന്ന് കാണുന്നുണ്ട്. ആൻഡ് സഡൻലി എ ലിറ്റിൽ മാൻ സ്റ്റാർട്ടഡ് ടു ഫോളോ മീ. ഒരു ചെറിയ മനുഷ്യൻ എന്നെ പിന്തുടരാൻ തുടങ്ങി. നോട്ട് ദ കൈൻഡ് ഓഫ് മാൻ ദാറ്റ് ഫോളോസ് നൈസ് ഗേൾസ്.
ആ മനുഷ്യൻ നൈസായിട്ടുള്ള പെൺകുട്ടികളെ പിന്തുടരുന്ന ഒരു മനുഷ്യനേ ആയിരുന്നില്ല. അങ്ങനെ തോന്നിച്ചില്ല. അത് സഡൻലി ഐ സെഡ് ടു മൈസെൽഫ്, ഞാൻ എന്നോട് തന്നെ പറയാൻ തുടങ്ങി, ലിസൺ ടൂട്ട്സ്, ദർ ആർ സംതിങ് ദ മാറ്റർ വിത്ത് യു വെൻ എ ഗേ ലൈക്ക് ദാറ്റ് ഫോളോസ് യു. നിനക്ക് എന്തോ കുഴപ്പമുണ്ടോ ഇങ്ങനെ ഒരാൾ നിന്നെ പിന്തുടരുമ്പോൾ? ആൻഡ് യു ബെറ്റർ ഗെറ്റ് ഓവർ ടു ദ ക്ലബ് ഹൗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് ഈസ്. നീ പെട്ടെന്ന് തന്നെ ക്ലബ് ഹൗസിലേക്ക് പോകണം, അവിടെ വെച്ചിട്ട് എന്നാന്ന് കണ്ടുപിടിക്കണം. ഐ ഓൾവേസ് ലൈക്ക് ടു സേ ദാറ്റ് വൺ മൈ സെക്കൻഡ് ഡേ ഐ വാസ് വൂഫ്ഡ് ഇൻ ടു എ. ഞാൻ എൻ്റെ ആൽക്കോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിലേക്ക് രണ്ടാമത്തെ ദിവസം വോൾഫ്ഡ് എന്ന് വെച്ചാല് കുറുക്കൻ എന്നാണ് വോൾഫ്ഡ് എന്ന് വെച്ചാൽ എന്നാണ് എൻ്റെ കുറുക്കനെ പോലെ ആൽക്കോളിക്സ് അനോണിമസിന്റെ ഉള്ളിലേക്ക് കടന്നു കയറി. ഐ ഹേർഡ് ദാറ്റ് ഐ ഹാഡ് ടു മേക്ക് കമന്റ്സ്. ഞാൻ അവിടെ നിന്ന് കേട്ടു, ഞാൻ അനുരഞ്ജനത്തിൽ ഏർപ്പെടണം. ആൻഡ് ഡു സംതിങ് ഗുഡ് ഫോർ സമ്മൺ. എന്തെങ്കിലും നല്ല കാര്യം എല്ലാവർക്കും വേണ്ടി ചെയ്യണം. ദാറ്റ് ഐ വാസ് ടു സെൽഫ് സെന്റേർഡ്. ഞാൻ വളരെയധികം സ്വാർത്ഥതയുള്ള ആളാണ്. ഐ തോട്ട് ഓഫ് എ ഗേൾ ഫ്രണ്ട് ഹു ഹാഡ് എ ബ്രാൻഡ് ന്യൂ ബേബി. ഞാൻ ചിന്തിച്ചു, ഒരു ഗേൾ ഫ്രണ്ടിന് ഒരു പുതിയ ആൺകുട്ടി ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ കുട്ടി ഉണ്ടായിരിക്കുന്നു. ആൻഡ് ഷീ യൂസ് ടു ലൈക്ക് ടു ഗെറ്റ് ഡ്രങ്ക് ഓൺ സാറ്റർഡേ നൈറ്റ്. അവൾ സാധാരണ ശനിയാഴ്ച രാത്രികളിലാണ് കുടിക്കാറുള്ളത്. ആൻഡ് ഐ തോട്ട് ദാറ്റ്സ് ഓൾ ബി ഇറ്റ്, ദാറ്റ്സ് ഓൾ ബി ഗുഡ്. ഞാൻ അങ്ങനെ ചിന്തിച്ചു, അത്രേ ഉള്ളോ, അത് നല്ലതല്ലേ. I called her up and told her I had minded the baby while she went out and got drink. ഞാൻ നിന്റെ കുട്ടിയെ നോക്കിക്കോളാം, നിനക്ക് വേണമെങ്കിൽ കുടിക്കാൻ പൊക്കോളൂ. ദാറ്റ്സ് ഹൗ മച്ച് ഐ ന്യൂ അബൌട്ട് ഡൂയിങ് ഗുഡ്. അതാണ് എനിക്ക് അറിയാവുന്ന ഏറ്റവും നല്ല കാര്യം. അതായത് ഇവര് പറഞ്ഞു ഏറ്റവും നല്ല കാര്യം ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവൾ ചിന്തിച്ചതാണ്, ഞാൻ ആ സ്ത്രീയുടെ കൊച്ചിനെ നോക്കിയിട്ട് അവളെ ശനിയാഴ്ച രാത്രി കുടിക്കാൻ പറഞ്ഞു വിട്ടതാണ് എനിക്ക് അറിയാവുന്ന ഏറ്റവും നല്ല കാര്യം. ദ നെക്സ്റ്റ് ഡേ ഐ കോൾഡ് മൈ ബോസ്. അടുത്ത ദിവസം എന്റെ ബോസ് എന്നെ വിളിച്ചു. ഐ ടോൾഡ് ഹർ that had happened to me and asked her if she would take me back to work. എന്റെ ബോസ് ടോൾഡ് ഹർ, അവളോട് പറഞ്ഞു എനിക്ക് എന്താണ് സംഭവിച്ചത്. ഷി ടേക്ക് മീ ബാക്ക് ടു വർക്ക്. അവളെ ജോലിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം, ആദ്യത്തെ സമയമാണ് ഇൻ മൈ ലൈഫ്, എന്റെ ജീവിതത്തിൽ, ദാറ്റ് എവർ ഷോവഡ് എനി സോർട്ട് ഓഫ് ഹ്യൂമിലിറ്റി, ഒരു എളിമ കണ്ടത് അവിടെ വെച്ചിട്ടാണ്. ദാറ്റ് എവർ ആസ്ക്ഡ് എനിബഡി ഫോർ എനിത്തിങ്. ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചപ്പോഴാണ്. ആൻഡ് ഐ വെന്റ് ബാക്ക് ദെയർ ടു വർക്ക്. ഞാൻ അവിടെ ജോലിയിലേക്ക് തിരിച്ചുപോയി. ഐ ലേൺഡ് ദാറ്റ് ഗോയിങ് ബാക്ക് ആൻഡ് ഫേസിങ് സംതിങ് അൺപ്ലസന്റ്. ഞാൻ തിരിച്ചു പോകുന്നതും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അത്ര സന്തുഷ്ടിയില്ലാത്ത കാര്യമാണ്. റിഗാർഡ്ലെസ് ഓഫ് ഹൗ ടഫ് ഇറ്റ് ഈസ് അറ്റ് ദാറ്റ് ടൈം. എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ആ സമയത്ത്, കഠിനമായിരുന്നു ഒരു ജോലിയിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത്. ഇറ്റ്സ് എ ലോട്ട് ഈസിയർ ദാൻ റണ്ണിങ് അവേ. അതായത് ഒരു കാര്യത്തിൽ നിന്ന് ഒളിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കഠിനമായിട്ട് ആ സ്ഥാനത്തിനെ നേരിടുന്നത്. ഐ വെന്റ് ടു മീറ്റിംഗ് എവറി നൈറ്റ് ഇൻ ദ വീക്ക്. അങ്ങനെ ആഴ്ചകളിൽ എല്ലാ രാത്രികളിലും ഞാൻ മീറ്റിംഗ് പങ്കെടുക്കും. ബിക്കോസ് ഐ ആം ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. ഞാൻ അങ്ങനെയുള്ള ആളാണ്. അതുകൊണ്ട് ഐ എയ്തർ ഡു എ തിങ് ഓർ ഐ ഡോണ്ട് ഡു ഇറ്റ്. ഒന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഐ ഡിഡ്ന്റ് ഹാവ് ടു ഗിവ് അപ്പ് എവരി വേച്ച്. ഞാൻ ഒന്നിനും അങ്ങനെ കൂടുതൽ വിട്ടുകൊടുത്തില്ല. ബിക്കോസ് മൈ ലൈഫ് ബിഫോർ എ വാസ് വെരി എംപ്റ്റി, വെരി ലോൺലി ആൻഡ് വെരി സൂപ്പർഫിഷ്യൽ. അതായത് ആൽക്കോളിക്സ് അനോണിമസിന് മുമ്പുള്ള ജീവിതം വളരെ ദരിദ്രമായിരുന്നു, ഏകാന്തമായിരുന്നു, സൂപ്പർഫിഷ്യൽ ആയിരുന്നു. ദെൻ ഐ വാസ് ഓൾവേസ് അഫ്രൈഡ് ഓഫ് ബീയിങ് എ സക്കർ ഫോർ സം അൺനോൺ റീസൺ. ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രശ്നക്കാരിയായ ഒരാളായി അറിയപ്പെടാത്ത കാരണങ്ങളാൽ മാറി. ഐ ഓൾവേസ് തോട്ട് പീപ്പിൾ വെയർ ടോക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് മീ. ഞാൻ വിചാരിച്ചു ആൾക്കാര് എന്നെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്ന്. വൺ ഡേ എ കോൾ കെയിം ഇൻ ടു ദി ക്ലബ് ഹൗസ് ഫോർ സമൺ ടു ഗോ ഔട്ട് ആൻഡ് ഡു എ ടോൾ ജോബ്. ഒരു ദിവസം, നമുക്ക് ഒരു 2 പാരഗ്രാഫ് കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് അങ്ങ് നിർത്താം. ഈ ക്ലബ് ഹൗസിലെ ഒരു കോള് വന്നു. എന്തിനാണ്? 12 പടിയുടെ പ്രവർത്തനത്തിന് വേണ്ടി പോകണം. ആൻഡ് ദേ ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് സെഡ്, എന്നെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, ഹൗ ലോങ് ആർ യു ഇൻ? നിങ്ങൾ എത്ര നാളായി എയിൽ വന്നിട്ട്? ആൻഡ് ഐ സെഡ് എ വീക്ക് ഓർ സോ, ഒരാഴ്ചയോ അത്ര മാത്രമേ ആയിട്ടുള്ളൂ. ആൻഡ് ദേ സെഡ് ഓക്കെ, ഓ യു കാൻ ഗോ, നിനക്ക് പോകാൻ കഴിയില്ല. യു ഹാവ് ടു ബി സോബർ 3 months. നീ 3 മാസം സുബോധാവസ്ഥയിൽ എത്തിയാൽ മാത്രമേ നിനക്ക് പോകാൻ കഴിയുള്ളൂ. ആൻഡ് ദെൻ ഐ റിയലൈസ് ദാറ്റ് ഹിയർ ഐ ഹാഡ് സ്പെൻഡ് ഓൾ മൈ ലൈഫ് അഫ്രൈഡ് ദാറ്റ് പീപ്പിൾ വെയർ ട്രൈങ് ടു ഗെറ്റ് സംതിങ് ഔട്ട് ഓഫ് മീ ആൻഡ് ഐ ഹാഡ് നത്തിങ് ടു ഗീവ്. അപ്പോൾ ഞാൻ ഭയപ്പെട്ടു തുടങ്ങി, ഈ ആളുകൾ എന്തോ എന്നിൽ നിന്ന് സ്വീകരിക്കാൻ നോക്കണ്ട. ഞാൻ മറ്റുള്ളവർക്ക് കൊണ്ട് ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. നൗ ഐ വാസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇപ്പൊ ഞാനൊരു ഓർഗനൈസേഷന്റെ ഉള്ളിലാണ്. വേർ ദ നീഡഡ് സമ്മൺ ദാറ്റ് ഹാഡ് സംതിങ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഒരു സംഘടന. ഐ ഡിഡ്ന്റ് ഹാവ് സമ്മൺ ഹു വാസ് സോബർ 3 months. 3 മാസം സോബർ ആയിട്ടുള്ള ആളുകൾ
ഹു ഹാഡ് സം സോർട്ട് ഓഫ് സ്റ്റെബിലിറ്റി, അവർക്കൊരു സ്റ്റെബിലിറ്റി വരും, ഒരു നിലനിൽപ്പ് വരും. സമ്മൺ ദാറ്റ് ഹാഡ് കൈൻഡ്നസ് ടു ദെയർ ഹേർട്സ്, അവർക്കൊരു ഹൃദയത്തിനൊരു എളിമ വരും, ദയാവായ്പ വരും. ഫോർ അതർ ഹ്യൂമൻ ബീങ്സ്, മറ്റു മനുഷ്യരോട്. ആൻഡ് കമ്പാഷൻ ഫോർ ദെയർ സഫറിങ്, അവരോട് ഒരു അനുകമ്പ തോന്നും, അവരുടെ ദുരിതത്തിൽ അവർ തുടരുന്നതിൽ. ഐ ഹാഡ് ടു വെയിറ്റ് അൻറ്റിൽ ദിസ് പീപ്പിൾ ഗേവ് ഇറ്റ് ടു മീ സോ ദാറ്റ് ഐ കുഡ് ഗോ ഔട്ട് ആൻഡ് ഗിവ് ഇറ്റ് അവേ. ഞാൻ ഈ ആളുകൾ പറയുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി, അതിനുശേഷം എനിക്ക് മറ്റാളുകളെ സഹായിക്കാനായി പോകാൻ കഴിയും. ദെൻ ഐ ബിഗാൻ ടു ഹാവ് ട്രബിൾ വിത്ത് മൈസെൽഫ്, പിന്നീട് എനിക്ക് ചില കുഴപ്പങ്ങളൊക്കെ വന്നു തുടങ്ങി. ആൻഡ് ഐ വെന്റ് ടു സീ ഡോക്ടർ സെൽക്വർത്ത് ആൻഡ് ഹി എക്സ്പ്ലെയിൻ ടു മീ വാട്ട് ഹോണസ്റ്റി വാസ്. ഞാൻ ഈ സമയത്ത് ഡോക്ടർ സിൽക്കോർത്തിന് കുഴപ്പങ്ങൾ വന്നപ്പോൾ സിൽക്കോർത്തിനെ കാണാൻ പോയി. അവൻ എന്നോട് വിവരിച്ചു പറഞ്ഞു എന്താണ് സത്യസന്ധത. ഐ ഓൾവേസ് തോട്ട് ഹോണസ്റ്റി ഹാഡ് സംതിങ് ടു ഡു വിത്ത് ടെല്ലിങ് അതർ പീപ്പിൾ ദ ട്രൂത്ത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്നത് സത്യസന്ധത എന്ന് പറഞ്ഞാൽ മറ്റു മനുഷ്യരോട് സത്യമുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ടു ഡു ഫസ്റ്റ് വിത്ത് ടെല്ലിങ് മൈസെൽഫ് ദ ട്രൂത്ത്. ഇതിന്റെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞു, നീ നിന്നോട് തന്നെ സത്യസന്ധത പാലിക്കുക, അല്ലെങ്കിൽ ശരി പറയുക. ഐ സ്പെൻഡ് മോസ്റ്റ് ഓഫ് മൈ ലൈഫ് വറിയിങ് അബൌട്ട് മൈസെൽഫ്, ഞാൻ എപ്പോഴും എന്നെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരുന്നു. തിങ്കിങ് ദാറ്റ് ഐ വാസ് അൺവാണ്ടഡ്, ദാറ്റ് ഐ വാസ് അൺലവ്ഡ്. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു, ഞാൻ സ്നേഹിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഐ ഹാവ് ലേൺഡ് സിൻസ് ബീയിങ് ഇൻ എ, ഞാൻ ആൽക്കഹോളിസം അനോണിമസത്തിന് ശേഷം ഞാൻ പഠിച്ചു ദാറ്റ് ദ മോർ ഐ വറി അബൌട്ട് മീ ലവിങ് യു ആൻഡ് ദ ലെസ് ഐ വറി അബൌട്ട് യു ലവിങ് മീ, ദ ഹാപ്പിയർ ഐ വിൽ ബി. അതായത് എന്നെ കുറിച്ച് ഓർത്ത് വളരെയധികം വറി ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്നെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങും. അതായത് ലെസ് ഐ വറി അബൌട്ട് യു, ഞാൻ നിങ്ങളെ കുറിച്ച് കൂടുതൽ ദുഃഖിക്കാതിരിക്കുകയാണെങ്കിൽ എനിക്കും കൂടുതൽ സ്നേഹം കിട്ടും, അല്ലെങ്കിൽ ലവിങ് മീ, എന്നെ സ്നേഹിക്കാൻ കഴിയും. ദ ഹാപ്പിയർ ഐ വിൽ ബി, സന്തോഷവതിയായി മാറും. ഐ ഡിസ്കവർഡ് എ ഫെലോഷിപ്പ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യത്വമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയെ ഞാൻ കണ്ടുപിടിച്ചു. ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ, ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ ഒരു കൂട്ടായ്മ കണ്ടിട്ടില്ല. ഐ ലേൺഡ് ഹൗ ടു ഹാവ് സെൽഫ് റെസ്പെക്ട്, സ്വയം എങ്ങനെ ബഹുമാനിക്കാം. ത്രൂ വർക്ക് വിത്ത് എ ഗിവ് മീ ടു ഡു, എന്നെ സ്വയം എങ്ങനെ സ്നേഹിക്കാം എന്ന് ഞാൻ പഠിച്ചു. അത് ഞാൻ ആൽക്കഹോളിസം അനോണിമസിലെ പ്രവൃത്തികളിലൂടെ ജോലി ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഐ ലേൺഡ് ഹൗ ടു ബി എ ഫ്രണ്ട്, ഒരു നല്ല കൂട്ടുകാരിയായിട്ട് ഇരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചു. ഐ ലേൺഡ് ഹൗ ടു ഗോ ഔട്ട് ആൻഡ് ഹെൽപ്പ് അതർ, എങ്ങനെയാണ് പുറത്തു പോയി മറ്റുള്ളവരെ സഹായിക്കേണ്ടതെന്ന് ഞാൻ പഠിച്ചു. ദെയർ വാസ് നോവെയർ എൽസ് ഐ കുഡ് ഹാവ് ഡൺ ദാറ്റ്, ഇങ്ങനെ ചെയ്ത മറ്റൊരു സ്ഥലവും ഞാൻ കണ്ടിട്ടില്ല, അല്ലെ എനിക്കറിയില്ല. ഐ ഹാവ് ലേൺഡ് ദാറ്റ് ദ മോർ ഐ ഗീവ്, ഞാൻ പഠിച്ചു എന്താണ്, ഞാൻ കൂടുതൽ കൊടുക്കുമ്പോൾ ദ മോർ ഐ വിൽ ഹാവ്, എനിക്ക് കൂടുതൽ കിട്ടും. ദ മോർ ഐ ലേൺ ടു ഗീവ്, ഞാൻ കൂടുതൽ കൊടുക്കാൻ പഠിക്കുമ്പോൾ ദ മോർ ഐ ലേൺ ടു ലീവ്, ഞാൻ കൂടുതൽ ജീവിക്കാനായി പഠിക്കും. അപ്പോൾ മോർ ഐ ലേൺ ടു ഗീവ്, ഞാൻ കൂടുതൽ കൊടുക്കാനായി പഠിക്കുമ്പോൾ ദ മോർ ഐ ലേൺ ടു ലീവ്, ഞാൻ കൂടുതൽ ജീവിക്കാനായി പഠിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ അവസാനിക്കുന്നത്. നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം പ്രാർത്ഥനയോടുകൂടി.